السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. നല്ല ചൂടുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുളിർക്കാറ്റ് വരുമ്പോൾ അത് വേണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. കുറച്ചു നേരത്തേക്ക് പരിസര ചുറ്റുപാടുകളിലേക്ക് കൊടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും ഞാൻ ചൊല്ലിത്തരുന്ന ദിക്ർ ചൊല്ലുക. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വൽജിബാലി വമനാബിത്തി ഷജർ. പരിശുദ്ധ നബിതങ്ങളുടെ അരികത്ത് വന്ന് മഴ വേണമെന്ന് ചോദിക്കുകയും നബിതങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് തിമർത്ത് മഴ പെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതേ സ്വഹാബി നബിയെ ഞങ്ങൾക്ക് മഴ മതി, വെള്ളം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് നബിതങ്ങൾ ചൊല്ലിയ ദുആയാണിത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റും കൃഷിയിടങ്ങളിലേക്ക് മഴ ആവശ്യമുള്ളിടത്തേക്ക് നീ കൊടുത്തേക്കണമേ. ഒരനുഗ്രഹം ദേഹത്ത് വീഴുമ്പോൾ എനിക്കത് വേണ്ട എന്ന് പറയാൻ പാടില്ല, അത് ചുറ്റുഭാഗത്തേക്കും കൊടുത്തേക്ക് റബ്ബേ. 2 തവണ കൂടെ നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അല്ലാഹുമ്മ അലൽ ജിബാലി വദ്ദിറാബി വൽ ആകാമി ومنابت الشجر. اللهم حوالينا ولا علينا اللهم على الآكام والضراب والجبال ومنابت الشجر وبطون الأودية. പരിശുദ്ധ നബിതങ്ങളുടെ വാക്കുകളിൽ ദുആകളിൽ പല വചനങ്ങളിലായി നബിതങ്ങൾ ഈ ആശയം ദുആ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിപാടി 2 ദിവസത്തെ പ്രഭാഷണമാണ്. മഹത്തായ ഐലക്കാട് ഉസ്താദിന്റെ പേരിലുള്ള മൗലിദ്, അതിന്റെ 2ാം വാർഷിക പരിപാടിയാണിത്. മഹാനായ ഉസ്താദ് അവറുകൾ ദുആ ചെയ്ത് വളരെ അനുഗ്രഹീതമായ ഈ പരിപാടി നമ്മുടെ ചെറുപ്പക്കാരുടെ വളരെ കുറഞ്ഞ സമയത്തെ, എൻ്റെ സുഹൃത്ത് ഷാഫി അടക്കമുള്ള നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം, നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ താലിമീങ്ങളും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതൊരു മഹാപരിപാടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. അല്ലാഹു അവരുടെയൊക്കെ പരിശ്രമങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ദുആയിരക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊരു സംഭാവന ചെയ്ത് നമ്മുടെ മദ്രസ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വിനിയോഗിക്കണം എന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ വഴിയിൽ സംഭാവനകൾ അന്വേഷിച്ച് വരുമ്പോൾ തീർച്ചയായും നമ്മളൊക്കെ നല്ല നിയ്യത്തോടുകൂടെ സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റായി. അപ്പോൾ
നമ്മൾ വളരെ പരിമിതമാണ് നമ്മുടെ മുമ്പിലുള്ള നേരം. ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അധികാരത്തിനു പിന്നിലെ അധികഭാരം എന്ന ഒരു ശീർഷകത്തിലാണ്. അധികാരത്തിനു പിന്നിലെ അധികഭാരം ആലോചിക്കാതെ അധികാരത്തിലേറുമ്പോഴാണ് അരാജകത്വങ്ങൾ ഉണ്ടാകുന്നത്. അസ്സുൽത്താനു ദില്ലുല്ലാഹി ഫി അർളി. ഭരണാധികാരി എന്ന് പറയുന്നത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഭൂമിയിലെ തണലാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അധികാരത്തിലേറുന്ന ആളുകൾ, തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആ ഒരവസരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇസ്ലാമിക ചരിത്രത്തിന്റെയും വീക്ഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു എളിയ ചർച്ചയാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്ത അസുഖം ബാധിച്ചിരിക്കുകയാണ്. രോഗശമനത്തിന് മരുന്ന് വേണം. മരുന്ന് അൽ അസൽ, തേനാണ് എന്ന് വൈദ്യന്മാർ വിധിക്കുകയും ചെയ്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തേനില്ല. അത് മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിലുണ്ട്, ബൈത്തുൽ മാലിലുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ തേൻ അല്പം ഉപയോഗിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ രോഗശമനമുണ്ടാകും. പക്ഷേ ബൈത്തുൽ മാലിലെ മുസ്ലിമീങ്ങളുടെ പൊതുസമ്പത്ത്, അതിൽ നിന്നത് എടുക്കാൻ കൂട്ടാക്കാതെ മഹാനവറുകൾ ജനങ്ങളോട് മുഴുവൻ പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബിമാർ, താബിഈകൾ പള്ളിയിലേക്ക് ഓടി വന്നു. ഉമർ എന്നവർ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിൽക്കുകയാണ്. വീട്ടിൽ തേനില്ല. തേനുള്ളത് ബൈത്തുൽ മാലിലാണ്, മുസ്ലിമീങ്ങളുടെ പൊതു ഖജാനയിലാണ്. ഹമിദല്ലാഹ ഫഅത്ന അലൈഹി വസല്ല അലാ ഹബീബി. ഹംദും സ്വലാത്തും സലാമും ഒക്കെ കഴിഞ്ഞ് മഹാനവറുകൾ ഒരു കാര്യം പറഞ്ഞു. ജനങ്ങളെ, ഞാൻ വലിയ അസുഖത്തിലാണ്. എന്റെ അസുഖം മാറാൻ തേൻ കുടിച്ചാൽ അസുഖം ഭേദമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഇൻ അദിൻതും ലീ വഇല്ലാ ഫഹിയ ഹറാമുൻ അലൈ. നിങ്ങൾ എല്ലാവരും ചേർന്ന് എനിക്കതിന് അനുമതി നൽകുമോ? ബൈത്തുൽ മാലിലെ തേന് ഒരൽപ്പം എന്റെ അസുഖം മാറാൻ ഞാനൊന്ന് ഉപയോഗിക്കുന്നതിന് ഈ കൂടിയ ആളുകളിൽ ആർക്കെങ്കിലും പൊരുത്തക്കേടുണ്ടോ? നിങ്ങൾ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനത് കുടിക്കാം, മരുന്ന് കഴിക്കാം. ഇല്ലെങ്കിൽ ഫഹുവ അലയ്യ ഹറാം, അതെനിക്ക് ഹറാമാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫബക്കന്നാസ്, പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും തേങ്ങിക്കരഞ്ഞുവെന്നാണ്. എന്താണ് റബ്ബേ ഈ കേൾക്കുന്നത്? അവരൊക്കെ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അങ്ങ് മുഅ്മിനീങ്ങളുടെ അമീറാണ്, മുഅ്മിനീങ്ങളുടെ നേതാവാണ്. അങ്ങേക്ക് അസുഖമായി ഭേദമാവണം, അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്, ആഗ്രഹമാണ്. അതുകൊണ്ട് ബൈത്തുൽ മാലിലെ ഏത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ടോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഞങ്ങളതിൽ അവകാശം തരുന്നു. മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ചില ആളുകൾ വിളിച്ചു പറയുന്നത് ചരിത്രം രേഖപ്പെടുത്തി, ലില്ലാഹി ദർറുക യാ ഉമർ ലഖദ് അതഅബ്തൽ ഖുലഫാഅ മിൻ ബഅദിക. ലില്ലാഹി ദർറുക യാ ഉമർ, ഉമറേ നിങ്ങളുടെ മഹത്വം വലുതു തന്നെ, നിങ്ങളുടെ പുണ്യം എത്ര മനോഹരം. ലഖദ് അതഅബ്തൽ ഖുലഫാഅ മിൻ ബഅദിക, ഉമറേ നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഭരണാധികാരികളെ നിങ്ങളങ്ങ് ക്ഷീണിപ്പിച്ചു കളഞ്ഞല്ലോ.
നിങ്ങളങ്ങ് തളർത്തിക്കളഞ്ഞല്ലോ. ഇങ്ങനെ ഒരു ഭരണാധികാരിയാവാൻ ആരെ കൊണ്ടാണ് കഴിയുക? ലഖദ് അത്അബ്തൽ ഖുലഫാഅ മിൻ ബഅദിക്, നിങ്ങളത് ചെയ്താൽ അതിന് സമാനമായതെങ്കിലും അങ്ങയുടെ പിൻഗാമികൾ ചെയ്യേണ്ടതുണ്ട്. ഉമറേ, അങ്ങ് ചെയ്തു വെച്ചത് അങ്ങയുടെ ശേഷം വരുന്ന ഭരണാധികാരികൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുമോ? ലില്ലാഹി ദർറുക യാ ഉമർ, ഉമറേ, നിങ്ങളുടെ പുണ്യം വലുതു തന്നെ, നിങ്ങളുടെ ഈ നന്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മദീന പള്ളിയിൽ കരഞ്ഞുകൊണ്ട് ആ തേൻ കുടിക്കാൻ അനുമതി കൊടുത്ത സ്വഹാബിമാർ പറഞ്ഞു വെച്ചത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയാണ്. അധികാരത്തിലേറുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു അവസരം, അതിന് അല്ലാഹു പ്രതിഫലം തന്നേക്കും, തരുമെന്ന് തീർച്ചയാണ്. ഖിദ്മത്തുൽ വതൻ, രാജ്യത്തിന് ചെയ്യുന്ന സേവനം ഒരു വിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഭാഗമാണ്. ഖിദ്മത്തുൽ ഉമ്മ, മനുഷ്യ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം. അതുകൊണ്ട് അധികാരം എന്നത് ഒരു അധിക ഭാരം തന്നെയാണ്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഇസ്തഅമിൽനി യാ റസൂലല്ലാഹ്, നബിയെ, ഒരുപാട് ആളുകൾക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്ത പോലെ എനിക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നുകൂടെ, എന്നെയും ഒരു ഗവർണറാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അബൂദർറെ, ഇന്നൽ അമാറത ഹസ്റത്തുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് സങ്കടത്തിന് കാരണമാവും അബൂദർറെ. അതുകൊണ്ട് അധികാരം എന്നത് സങ്കടത്തിന് കാരണം വരുത്തുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അർഹതയുള്ള ആളുകളെ, കഴിവുള്ളവരെ, നല്ല കാലിബർ ഉള്ള ആളുകൾ നന്മ ചെയ്യാൻ, സമുദായത്തെ സേവിക്കാൻ മുന്നോട്ട് വരിക തന്നെ വേണം, അവർ പിന്മാറുകയും അരുത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട്, അബൂ ഉബൈദ റഹ്മത്ത് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ, ദന്നസ്ത അസ്ഹാബ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉബൈദ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ അങ്ങ് മലിനമാക്കി കളഞ്ഞല്ലേ. അത് പറയാൻ കാരണം, സ്വഹാബിമാർക്ക് അധികാരമേൽപ്പിച്ചു. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ ഖലീഫമാർ, ഖുലഫാഉർ റാഷിദുകളെ, സ്വഹാബിമാരെ പല രാജ്യങ്ങളിലേക്ക് നിയുക്തരാക്കി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് പോകുന്നു. മുആദ് റളിയല്ലാഹു തആല അൻഹു ഷാമിൽ വരുന്നു. പ്രഗത്ഭരായ സ്വഹാബിമാർ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടപ്പോ, സമ്പത്തുമായുള്ള ഇടപെടലുകൾ ആവശ്യമായി വന്നപ്പോ സ്വഹാബിമാരുടെ കരങ്ങൾ മലിനമാക്കാൻ കാരണം, ഉമറേ, നിങ്ങൾ അവരെ അധികാരം ഏൽപ്പിച്ചത് കൊണ്ടല്ലയോ എന്ന് മഹാനായ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പരാതി പറഞ്ഞപ്പോ ഉമർ തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. യാ അബാ ഉബൈദ, അല്ലയോ അബൂ ഉബൈദ, ഇദാ ലം അസ്തഇൻ ബിഅഹ്ലിദ്ദീൻ അലാ സലാമത്തി ദീനി ഫബിമൻ അസ്തഈൻ. അബൂ ഉബൈദ, ദീനുള്ള ആളുകളെ, മതബോധമുള്ള ആളുകളെ, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളെ, ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിച്ചില്ല എങ്കിൽ ഫബിമൻ അസ്തഈൻ, ഞാൻ ആരെയാണ് സഹായത്തിന് വിളിക്കേണ്ടത്, ആരെയാണ് ഞാനിത് ഏൽപ്പിക്കേണ്ടത് എന്ന് അത്ഭുതകരമായൊരു ചോദ്യം ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങളൊക്കെ പാടില്ല, എന്നെ കൊണ്ടാവില്ല, കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണെങ്കിൽ ആരെയാണ് ഞാനിത് ഏൽപ്പിക്കേണ്ടത്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂ ഉബൈദ തങ്ങളുടെ മറുപടി, അമാ ഇൻ ഫഅൽത ഫഅഗ്നിഹിം ബിൽ ഉമാല അനിൽ ഖിയാന. അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ അധികാരം ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു ശമ്പളം കൊടുക്കണം, ഒരു ശമ്പളം നിശ്ചയിക്കണം. അപ്പോഴാണ് അവര് വഞ്ചിക്കാതിരിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്ക് വേതനം വേണം, അവർക്ക് അർഹമായ ശമ്പളം കൊടുക്കണം. അല്ല എങ്കിൽ അനർഹമായ രീതിയിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സമുദായത്തിൽ അനാർക്കി ഉണ്ടാകും, അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ട് ഉമറേ, നിങ്ങൾക്ക് ഒരു സാലറി സ്കെയിൽ വെച്ചുകൂടെ? ഗവർണർക്ക് ഇത്രയാണ് ശമ്പളം, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഇത്രയാണ്, ഗവർണർക്ക് ഇത്രയാണ്, മുഖ്യമന്ത്രിക്ക് ഇത്രയാണ്, പ്രധാനമന്ത്രിക്ക് ഇത്രയാണ്. ഇങ്ങനെ ഒരു നിങ്ങളുടെ അധികാരം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ശമ്പളം വെക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആദ്യമായി നിർദ്ദേശിച്ചത് സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിമാരിൽ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്
ജറാഹ് റളിയല്ലാഹു അൻഹു ശമ്പള വ്യവസ്ഥകൾ രാജ്യത്ത് വരുന്നത് ലോകത്ത് നടപ്പാക്കപ്പെടുമ്പോൾ ഇസ്ലാമികമായ അതിനൊരു മാനമുണ്ട്. അത് ആദ്യമായി നടപ്പാക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ശമ്പളം കൊടുക്കുന്നു. ശമ്പളം കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വേതനം വാങ്ങിക്കാൻ ചില സ്വഹാബിമാർ മടി കാണിക്കുകയുണ്ടായി. കാരണം ഒരു സംരംഭം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായും ഒരു വിമർശനം വന്നേക്കാം, ഇത് നബി തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, സ്വഹാബിമാര് ചെയ്തില്ലല്ലോ, നബി തങ്ങളുടെ കാലത്ത് നിലവിലില്ലല്ലോ, അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ ചെയ്യാവതാണോ എന്ന ഒരു മറുപടി സ്വഹാബത്തിന്റെ വാക്കുകളിൽ നിന്ന് വരുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വേതനം വേണ്ട എന്ന് മടി കാണിച്ച ആളോട് ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചില്ലയോ, അതിന് പകരമുള്ള വേതനമാണിത്. അദ്ദേഹം പറഞ്ഞു, ഗവർണർ പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീൻ ഇന്നലി അഫ്റാസൻ വഅബ്ദൻ വഅന ബിഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം വിവരിക്കപ്പെടാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് ശമ്പളമുണ്ട്, എനിക്ക് ശമ്പളത്തിന്റെ ആവശ്യമില്ല, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് സാലറി വേണ്ടെന്ന് വെക്കാൻ നിൽക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ചില കാര്യങ്ങൾക്ക് നിബിധങ്ങൾ ദാനം തരാറുണ്ട്. ഉമറേ, ഈ കാശ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടെന്ന് പറഞ്ഞു, നബിതങ്ങളോട് പറഞ്ഞു, നബിയേ നബിയേ എനിക്കിത് ആവശ്യമില്ലല്ലോ, നബിയേ എന്നെക്കാളും ദാരിദ്ര്യമുള്ള ആളുകൾക്ക് ഈ വേതനം അങ്ങ് കൊടുത്തുകൂടെ, ഈ ദാനം എനിക്ക് തന്നത് നബിയെ എന്നെക്കാളും ദാരിദ്ര്യമുള്ള ഒരാൾക്ക് കൊടുത്തുകൂടെ എന്ന് പ്രവാചകർ തിരുമേനിയോട് ഞാനെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞ മറുപടി, ഫഖാലൻ നബിയു, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖുദുഹു ഫതമവൽഹു, ഉമറേ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ദാനമാണ്, അത് പൈസയായി നിങ്ങൾ വെച്ചോളൂ, വതസദ്ദഖ് ബിഹി, വേണമെങ്കിൽ നിങ്ങൾക്കതെടുത്ത് ദാനം ചെയ്യാം, ഇത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ചെയ്ത ഒരു ജോലിക്ക് ഞാൻ തരുന്ന ഒരു സമ്മാനമാണെന്ന് പറഞ്ഞ് നബി തങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഈ സാലറി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചു വെച്ച് സമ്പത്താക്കി വെച്ചോളൂ, മക്കൾക്ക് ഉപകാരപ്പെട്ടേക്കാം, എന്നല്ലാതെ ഞാൻ ഈ തരുന്ന വേതനം നിങ്ങൾ വേണ്ട എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് ജോലിക്കാർക്ക് കൃത്യമായ വേതനം നടപ്പാക്കിയ മഹാനാണ് ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തിനാണത്? ലൂപ്പ് ഹോളുകൾ അടക്കുകയാണ്. മനുഷ്യന് സമ്പത്ത് ആവശ്യമുണ്ട്, മനുഷ്യന് ജീവിക്കാൻ ചെലവുകൾ ഏറെയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം വേണ്ട വിധത്തിൽ കൊടുക്കാതിരുന്നാൽ അവർ പല നിലക്കും വഞ്ചന ചെയ്യാൻ തുടങ്ങും. അധികാരത്തിൽ വരുന്നവർക്കും ഇതുതന്നെയാണ് അവസ്ഥ. അവർക്കൊരു വേതനമുണ്ടെങ്കിൽ പിന്നെ കൈക്കൂലിക്ക് അവർ നിൽക്കില്ല. അവർക്കൊരു വേതനമുണ്ട്, വരുമാനമുണ്ട്, ഗവൺമെന്റ് അനുവദിക്കുന്നതുണ്ട് അവർക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ മറുത്തൊരു വഴി അവർ സ്വീകരിക്കുകയാണെങ്കിൽ 100 തവണ ആലോചിക്കേണ്ടി വരും. എന്നല്ലാതെ അർഹതക്കുള്ള ജോലിക്കുള്ള വേതനം നൽകപ്പെടാതിരിക്കുമ്പോൾ ആ പരിസരങ്ങളിൽ വഞ്ചന കടന്നുകൂടുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ആദ്യമായി ശമ്പള പരിഷ്കരണം വരുന്നത്, ശമ്പളം നിശ്ചയിക്കപ്പെടുന്നത്, വ്യവസ്ഥാപിതമായത് ഭരണാധികാരികൾക്ക് നടപ്പിലാക്കപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് എന്നത് മുസ്ലിം ഉമ്മത്തിന് അഭിമാനമാണ്. മുസ്ലിം ഉമ്മത്തിന് അഭിമാനമാണത്. രണ്ട് സ്വഹാബിമാർ തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ് ഇതിന് വഴിവെച്ചത്. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകളാ പറഞ്ഞത്, ഉമറേ ജനങ്ങളിൽ സ്വഹാബിമാരായ ആളുകളുടെ കരങ്ങൾ നിങ്ങൾ സമ്പത്ത് കൊണ്ട് മലിനപ്പെടുത്തുകയാണോ, ദുനിയാവ് കൊണ്ട് മലിനപ്പെടുത്തുകയാണോ? അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവർക്ക് വേതനം കൊടുക്കണം, നിങ്ങൾ അവർക്ക് ശമ്പളം നിശ്ചയിച്ചു കൊടുക്കണം, അതിൽ പിന്നെ വഞ്ചനയുണ്ടാവരുത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ആരംഭിക്കാം. കാരണം ലോക ജനതയ്ക്ക് മുമ്പിൽ അധികാരം എന്താണ്, എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് മഹാനായ ഫാറൂഖുൽ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്.
ഉമർ റളിയല്ലാഹു തആല അൻഹു പൊതുസമ്പത്ത് ഉപയോഗിക്കുമ്പോൾ ഗൗരവത്തിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. സമുദായത്തിൻ്റെത്, പൊതുവായ വിഷയങ്ങളുടേത്, ജനങ്ങളുടെ ഓരോ ഫിൽസിനും വിലയുണ്ട്, പൊതുജനങ്ങളുടേത് പ്രത്യേകിച്ചും. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, അന ഉഖ്ബിറുക്കും ബിമാ അസ്തഹില്ലു മിൻ മാലില്ലാഹ്. ജനങ്ങളെ, ഞാൻ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്, ഖലീഫമാരെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേറിയ ആദ്യ ദിവസം മഹാനവറുകൾ നടത്തിയ പ്രഭാഷണമാണിത്. അന ഉഖ്ബിറുക്കും ബിമാ അസ്തഹില്ലു മിൻ മാലില്ലാഹ്. അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് ഹലാലാകുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹുല്ലത്തുശ്ശിതാഇ വൽ ഖയ്ള്. തണുപ്പ് കാലങ്ങളിൽ എനിക്കൊരു ഓവർകോട്ട് വേണം. മദീനയിലെ തണുപ്പ് സഹിക്കാൻ കഴിയില്ല. ഒരു വുളൻ ഡ്രസ് വേണം, ഒരു സ്വെറ്റർ വേണം. എനിക്ക് തണുപ്പ് ഉള്ള സമയത്ത് ധരിക്കാൻ ഒരു വസ്ത്രം ഇസ്ലാമിന്റെ പൊതുസമ്പത്തിൽ നിന്ന് എനിക്ക് വേണം. വമാ ഹജ്ജു അലൈഹി വഅ്തമിറു മിനൽ ളുഹ്രി. എനിക്ക് ഹജ്ജിനും ഉംറക്കും പോകാൻ ഒരു വാഹനം നിങ്ങൾ തയ്യാർ ചെയ്തു തരണം. രണ്ട് വിഷയം. ഒന്ന്, സാധാരണ വസ്ത്രം, അത് എന്റെ കാശ് കൊണ്ട് ഞാൻ എടുത്തേക്കാം. പക്ഷേ മദീനയിലെ തണുപ്പ് കാലത്ത് ധരിക്കാനുള്ള തണുപ്പിന്റെ വസ്ത്രം നിങ്ങളുടെ സ്വത്തിൽ നിന്ന് എനിക്ക് വേണം. എനിക്ക് പിന്നെ ഹജ്ജും ഉംറയും ചെയ്യാൻ ഒരു വാഹനം വേണം. ഒരു വാഹനം നിങ്ങൾ ഒരുക്കി തരണം. വഖൂതു അഹ്ലി കറജുലിൻ മിൻ ഖുറൈശ് ലൈസ ബിഅഗ്നാഹും വലാ ബിഅഫ്ഖരിഹിം. ഖുറൈശികളിലെ ഒരു സാധാ മനുഷ്യന് എന്താണോ ഭക്ഷണം, അതെനിക്കും എന്റെ കുടുംബത്തിനും ആവശ്യമുണ്ട്. അതാണ് ഞാൻ എടുക്കുന്ന ശമ്പളം. ഉമർ റളിയല്ലാഹു അൻഹു വേതനം നിശ്ചയിക്കാതെ ഇന്നതാണ് എനിക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഹലാലാകുന്നത്, അത് നിങ്ങളുടെ പൊരുത്തത്തോടുകൂടെ ഞാൻ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉന്നയിച്ച ആവശ്യങ്ങളാണിത്. തണുപ്പ് കാലത്തൊരു വസ്ത്രം, പിന്നെ പറഞ്ഞു എനിക്ക് ഒരു വാഹനം വേണം, പിന്നെ പറഞ്ഞു ഖുറൈശികളിൽ ലൈസ ബിഅഗ്നാഹും വലാ ബിഅഫ്ഖരിഹിം. ഞാൻ ഖുറൈശിയാണ്. മക്കക്കാരായ ഖുറൈശികൾ അഭിമാനമുള്ള തറവാട്ടുകാരാണ്. അതുകൊണ്ട് ഖുറൈശികളിലെ വലിയ മുതലാളിയെ പോലെയോ ഖുറൈശികളിലെ ഏറ്റവും ഫഖീറായ മനുഷ്യനെ പോലെയോ അല്ല, ഒരു ഇടത്തരക്കാരനായ ഖുറൈശിയുടെ ഭക്ഷണം അതെനിക്ക് ആവശ്യമുണ്ട്. വഅന റജുലുൻ മിനൽ മുസ്ലിമീൻ യുസീബുനി മാ യുസീബുഹും. പിന്നെ ഇടക്ക് മനുഷ്യർക്ക് ആവശ്യങ്ങൾ വരാം, ചെലവുകൾ വരാം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും വല്ല എമർജൻസി ആവശ്യങ്ങൾ വന്നാൽ ഒഴികെ ഈ പറഞ്ഞതാണ് എനിക്ക് നിങ്ങളുടെ പൊതുസമ്പത്തിൽ നിന്ന് അനുവദിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് പ്രഭാഷണം ചെയ്തു, ഖുതുബ നിർവഹിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എത്ര മനോഹരമാണിത്! വളരെ ട്രാൻസ്പാരന്റ് ആണ്. ജനങ്ങളോട് സംസാരിക്കുന്നു. പൊതുസമ്പത്തിൽ നിന്ന്, ജനങ്ങളുടേതായ പൊതു ഖജനാവിൽ നിന്ന് എന്തൊക്കെയാണ് അനുവദിക്കപ്പെടുന്നത് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നക തഅലം, നിനക്കറിയുമല്ലോ റബ്ബേ, ഇന്നി ലാ ആകുലു ഇല്ലാ വജ്ബതി വലാ അൽബസു ഇല്ലാ ഹുല്ലതി വലാ ആഖുദു ഇല്ലാ ഹഖി. മൈക്ക് ഓപ്പറേറ്റർ ബാക്കിൽ എനിക്ക് സൗണ്ട് ഇല്ലേ? അല്ലാഹുമ്മ ഇന്നക തഅലം, അല്ലാഹുവേ നിനക്കറിയുമല്ലോ, അന്നീ ലാ ആകുലു ഇല്ലാ വജ്ബതി, ഞാൻ എന്റെ ഒരു ഭക്ഷണമല്ലാതെ മറ്റൊന്നും ഞാൻ തിന്നുന്നില്ല. വലാ അൽബസു ഇല്ലാ ഹുല്ലതി, എന്റെ ഒരു വസ്ത്രമല്ലാതെ മറ്റൊന്നും ഞാൻ ധരിക്കുന്നില്ല റബ്ബേ. വലാ ആഖുദു ഇല്ലാ ഹഖി, എന്റെ അവകാശമല്ലാതെ മറ്റൊന്നും ഞാൻ എടുക്കുന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അധികാരം രാജ്യത്തിൻ്റെതാകാം, ഒരു മദ്രസയുടേതാകാം, ഒരു മസ്ജിദിൻ്റെതാകാം, ഒരു സ്ഥാപനത്തിൻ്റെതാകാം, ഒരു ഫേമിന്റെ, ഒരു കമ്പനിയുടെ, ഒരു വീടിന്റെ, ഒരു ചുറ്റുപാടിന്റെ വിവിധങ്ങളായ ഗ്രേഡുകളിൽ അല്ലാഹു ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, ചില ആളുകൾക്ക് ചിലർക്കു മീതെ അല്ലാഹു തആല സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ സംവിധാനമാണ്. മനുഷ്യരെ നിയന്ത്രിക്കാൻ മനുഷ്യരെയാണല്ലോ അല്ലാഹു ഏൽപ്പിച്ചത്. നോക്കണം, മനുഷ്യരിൽ നിന്ന് രാജാക്കന്മാർ, ഭരണാധികാരികൾ, പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MLA മാര്,
രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരെ മനുഷ്യരാണ് ഭരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം, മനുഷ്യരെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഭൂമിയിലെ അവസ്ഥ? മനുഷ്യനെ ഭരിക്കാൻ മലക്കുകളല്ല, മനുഷ്യർക്ക് തന്നെയാണ്. ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മാതൃകയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 40,000 ദീനാർ 40,000 സ്വർണ്ണ നാണയങ്ങൾ ഭരണാധികാരം ഏറ്റെടുക്കുന്നതിന്റെ മുമ്പ് കൃത്യമായും വരുമാനമുണ്ടായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ 40,000 സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു കളഞ്ഞു ഭരണാധികാരം ഏറ്റെടുത്തപ്പോ. പിന്നെ അദ്ദേഹത്തിനുള്ളത് 400 ദീനാരിൻ ഫീ കുല്ലി സന, എല്ലാ വർഷത്തിലും 400 ദീനാറും അത്രമായി ചുരുങ്ങി. 40,000 ഉണ്ടായിരുന്ന ആൾക്ക് പിന്നെ 400. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാന സരിയ്യം മിൻ അസ്രിയാഇ ബനി ഉമയ്യ, ബനു ഉമയ്യത്തിന്റെ അമവികളിൽപ്പെട്ട പ്രഗൽഭനായ സമ്പന്നനായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ മഹാനുഭാവൻ 40,000 സ്വർണ്ണ നാണയങ്ങൾ വരുമാനമുണ്ടായിരുന്ന ഒരാൾ അധികാരത്തിലേറിയപ്പോൾ അത് 400ആയി ചുരുങ്ങുകയാണ് ഉണ്ടായത്. ഇന്ന് സംഭവിക്കുന്നത് മാധ്യമങ്ങളിൽ മുഴുവനും നമ്മൾ വായിക്കുന്നത്, അധികാരത്തിലേറിയതിനു ശേഷം സമ്പന്നന്മാരായി പുറത്തു വരുന്നവർ, കോടികളുടെ തിരിമറികൾ നടത്തുന്നവരെ, കോടികൾ ആസ്തി ഉണ്ടാക്കുന്നു. കൃത്യമായ എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്നറിയപ്പെടാത്ത വിധം മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമി ഉമർ സാനി, രണ്ടാം ഉമർ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാനുണ്ടെങ്കിൽ അത് അമവി ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകൾ ഒരു ദിവസം മാംസം വേവിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മാംസം നമ്മൾ ഷവായ എന്ന് പറയല്ലേ, കരിയിൽ അല്ലെങ്കിൽ തീയിലിട്ട് വേവിക്കുന്നതിന്. ഒരു മാംസം തന്റെ അടിമയോട് ലിയശ്വിയ ലഹു ലഹ്മൻ, മാംസം ഒന്ന് വേവിച്ചു കൊണ്ടുവരാൻ, പാകം ചെയ്തു കൊണ്ടുവരാൻ തന്റെ പരിചാരകനെ പറഞ്ഞയച്ച് പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നപ്പോ പരിചാരകനോട് ഉമർ എന്നവർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ, എവിടെന്നാ നീ ഇത് ശരിയാക്കിയെടുത്തത്? ഇത്ര പെട്ടെന്ന് എങ്ങനെ നീ വന്നു? കാരണം തീ കത്തിച്ചെടുത്ത് ചൂടായി കനലുകൾ തീ വന്നിട്ടല്ലേ, ചൂട് പിടിച്ചിട്ടല്ലേ കഴിയൂ, നീ എന്താ ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നത്? അദ്ദേഹം പറഞ്ഞു, ഫിൽ മത്ബഖി, ഞാൻ ആ കിച്ചണിൽ നിന്ന് ചെയ്തു വന്നതാണ്. ഫിൽ മത്ബഖി, മത്ബഖിലാണ്. അപ്പൊ മത്ബഖ് എന്ന് പറയുന്നത്, മഹാനവറുകൾ ചോദിച്ചു, ഏത് കിച്ചൻ? മത്ബഖുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതുവായി ഉപയോഗിക്കുന്ന കിച്ചനാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഖാല നഅം, അതെ. പറഞ്ഞ മുസ്ലിമീങ്ങളിൽ അവരുടെ ഖജനാവിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ പൊതുജനങ്ങൾക്ക് എടുത്തു കൊടുക്കുന്ന ഒരു കിച്ചനുണ്ട്, പൊതു കിച്ചൻ. അത് ഖലീഫയുടേതല്ല, അത് വ്യക്തികളുടേതല്ല, അത് രാജ്യത്തിൻ്റെതാണ്. അവിടെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരത്തിലിരുന്ന 2.5 വർഷം ചരിത്രത്തിലെ അഭിമാന നിമിഷങ്ങളാണത്. മഹാനവർ പറഞ്ഞു, കുൽഹാ ഫഇന്നീ ലം ഉർസഖുഹാ, ആ ഭക്ഷണം നീ കഴിച്ചേക്കണം, അത് എനിക്കുള്ളതല്ല. ആ മാംസം നീ കഴിച്ചേക്കണം. അത് നിനക്കുള്ള ഭക്ഷണമാണ്. എന്തേ? ഈ വേവിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് എന്റെ ചെലവിൽ നിന്നെടുക്കുന്ന തീ കൊണ്ടാണ്. നീ ഇത് ചെയ്തത് മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിൽ നിന്നാണ്. അതെനിക്ക് കഴിക്കൽ അനുവദനീയമല്ല. ഇത് ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്കുള്ളതാണ്. ഞാൻ പൊതുജനങ്ങളിൽ പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വെച്ച ആ ഒരു മാംസകഷ്ണം എനിക്ക് വേണ്ടെന്ന് മാറ്റിവെച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അധികാരത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വാഹനം ഉപയോഗിച്ച് പ്രൈവറ്റ് സ്വന്തം ബന്ധങ്ങളിലെ കല്യാണത്തിന് പോകുന്നത് നിസ്സാരമായി നമ്മൾ വിചാരിക്കുന്നുണ്ടോ? സമുദായത്തിൻ്റെത് എന്ന് പറഞ്ഞ് പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് അത് പൊതുകാര്യങ്ങൾക്കുള്ളതാണ്. അല്ലെങ്കിൽ അതിനർഹമായത് ഗവൺമെന്റിലേക്ക് നമ്മൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവർക്കതിന്റെ തക്കതായ മൂല്യം തിരിച്ചു കൊടുക്കാനുള്ളതാണ്. സംഭവിക്കുന്നത് എങ്ങനെയാണ്? ചെലവുകൾ മുഴുവൻ രേഖപ്പെടുത്തുന്നു, ഗവൺമെന്റിലേക്ക് ബില്ല് കൊടുക്കുന്നു, സ്ഥാപനത്തിലേക്ക്. ഇത് ഞങ്ങളുടെ മുഴുവൻ ട്രാവൽ എക്സ്പെൻസ്. ആ ചെയ്ത ട്രാവലിംഗിൽ
പേഴ്സണൽ കാര്യങ്ങൾക്ക് പോയതുണ്ടാകാം, സ്വന്തം ബന്ധുവിനെ കാണാൻ പോയതുണ്ടാകാം, സുഹൃത്തിനെ കാണാൻ പോയത്. അതൊരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി പോയതല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെ ഹലാലാകും? ജോലിക്ക് വേണ്ടി ആവശ്യാർത്ഥം നൽകപ്പെടുന്ന വാഹനങ്ങൾ നമ്മൾ നാടു ചുറ്റാൻ ഉപയോഗിക്കുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ്. നിസ്സാരമാണ് ഒരു ഓഫീസിന്റെ ഫോൺ. ആ ഫോൺ സംവിധാനം ഓഫീസിന്റെ കാര്യങ്ങൾക്കുള്ളതാണെങ്കിൽ ആ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുന്നത് കുറ്റകരമാണ്. അമാനത്തിന്റെ വിഷയമാണത്. വിശ്വസ്തത ഇദാ ദുയ്യഅതിൽ അമാന, വിശ്വസ്തത ഇല്ലാതെയായാൽ ഈ ലോകത്തെ അല്ലാഹു പിന്നെ വെച്ചേക്കുകയില്ല. പിന്നെ ലോകാവസാനം കാത്തിരിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉത്തരവാദിത്വമുള്ള ഒരാൾക്കൊരു കമ്പനി ഒരു ഫോൺ നൽകുന്നു. ആ ഫോണിന്റെ കമ്മ്യൂണിക്കേഷൻ ആ കമ്പനിയുമായുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ്. വാഹനം അതിനുള്ളതാണ്. അതിന്റെ ഡീസൽ പെട്രോൾ ചെലവുകൾ സ്ഥാപനത്തിന്റെ ആവശ്യത്തിനുള്ളതാണ്. രാജ്യത്തിന്റെ ഏതെങ്കിലും അധികാരികളുടെ ഏതെങ്കിലും അങ്ങനെ പൊതുവായ കാര്യങ്ങൾക്കുള്ളത് പൊതുവായതിന്, പ്രൈവറ്റ് ആവശ്യങ്ങൾ അത് പ്രൈവറ്റ് ആയിട്ട് അവനവന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടത് അങ്ങനെ തന്നെ ആവണം എന്ന് നിഷ്കർഷയുണ്ട് അള്ളാഹുവിന്റെ ദീനിന്. ഇത് ഇസ്ലാമാണ്. ഇത് സർവമാന നന്മയും ലോകത്തിന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ മതമാണിത്, ധർമ്മമാണിത്. പൊതുജനങ്ങളുടേത്, സാധാരണക്കാരൻ്റെത് അവരുടേതാണ്. അത് ആർക്കും തീരെഴുതി കൊടുക്കാനുള്ളതല്ല. അത് സ്വന്തം ആവശ്യങ്ങൾക്ക് കൈപ്പറ്റാനുള്ളതുമല്ല. പൊതുജനങ്ങളുടേത് പൊതുജനങ്ങൾക്ക് തന്നെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം ആവശ്യങ്ങൾക്ക് എഴുതാൻ ഒരു വിളക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എഴുതാൻ വേറെ ഒരു വിളക്കും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെഴുകുതിരിയുണ്ട്. ആ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അത് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് അത് ഉപയോഗിക്കുക. അതിനിടക്ക് കയറി വന്നൊരു ബന്ധു വന്നു, ഒരു സുഹൃത്ത് വന്നു. രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മെഴുകുതിരി കെടുത്തിക്കളയാൻ വേണ്ടി പറയും. എന്നിട്ട് വേറെ ഒരു വിളക്ക് കത്തിക്കാൻ വേണ്ടി പറയും. എന്താ വ്യത്യാസം എന്നറിയോ? സ്വന്തം കാശുകൊണ്ട് വാങ്ങിച്ചു വെച്ച എണ്ണയിൽ നിന്ന് കത്തുന്ന വിളക്കാണ് സ്വന്തം പേഴ്സണൽ ബന്ധങ്ങളിലേക്ക് ഉപയോഗിക്കാൻ മഹാനവറുകൾ കത്തിച്ചു വെക്കുന്നത്. അല്ലാത്തതിന് വേറെ വിളക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനവറുകളുടെ അമ്മായി വരുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ സഹോദരി മഹാനവറുകളെ കാണാൻ വേണ്ടി വരുമ്പോ മഹാനവറുകളുടെ ഭാര്യയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, മറ്റേതാണ് ഇതിലേറെ നല്ലത്, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് അമ്മത്തു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി കാണാൻ വരുന്നു. കാണാൻ വരുമ്പോ മഹാനവറുകളുടെ ഭാര്യയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ഫാത്തിമ എന്നിവരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു, ഈ ജിലിസി ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ആളിപ്പോ തിരക്കിലാണ്, ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാ, അവര് ആവശ്യങ്ങൾ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോ നിങ്ങളെ ഞാൻ വിളിക്കാം, ഇരുന്നോളൂ അമ്മായി എന്ന് പറഞ്ഞു ഇവിടെ ഇരുത്തുകയാണ് ചെയ്തത്. അവരവിടെ ഇരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഗുലാം, ഒരു അടിമച്ചക്കൻ വരുന്നു, വിളക്കെടുത്ത് കൊണ്ടുപോകുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ. അപ്പൊ മനസ്സിലായി പൊതുജനങ്ങളുടെ സമയം കഴിഞ്ഞു, ഇനി പ്രൈവറ്റ് സമയമാണ്. ആ വിളക്ക് കൊണ്ടുപോയപ്പോ അമ്മായിയോട് പറഞ്ഞു, അമ്മായി നിങ്ങൾക്ക് അവരെ കാണണോ? ഇപ്പൊ പോയിക്കോളൂ, ഇതാണ് ഇതിന്റെ സമയം. ആ വിളക്ക് കൊണ്ടുപോകുന്ന കണ്ടോ? കാരണം ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളക്കല്ലാതെ അത് സ്വന്തം കാര്യങ്ങൾക്കുള്ളതാണ്. അങ്ങനെ അമ്മായി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നു നോക്കുമ്പോ ആ വിളക്കിന്റെ മുന്നിലിരിക്കുമ്പോൾ ഏതാനും ചില ഉണക്ക റൊട്ടി കഷ്ണങ്ങളുണ്ട്, കുറച്ച് എണ്ണയുണ്ട്, കുറച്ച് ഉപ്പുണ്ട്. മഹാനവറുകൾ രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. ആരാണ് ഈ ഭരണാധികാരി എന്ന് ഓർക്കണം. കേവലം ഒരു പഞ്ചായത്തോ ഒരു ജില്ലയോ ഒരു സ്റ്റേറ്റോ ഒരു രാജ്യമോ അല്ല. സ്പെയിൻ മുതൽ ചൈന വരെ നീണ്ടുകിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 20-ലേറെ രാജ്യങ്ങളുടെ ഭരണാധികാരി. 20-ലേറെ രാജ്യങ്ങള്, സ്റ്റേറ്റുകളല്ല, ജില്ലകളല്ല, 20-ലേറെ രാജ്യങ്ങൾ. അന്ന് സ്പെയിൻ ഇസ്ലാമിന്റെ കീഴിലാണ്.
മൊറോക്കയും ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവനും മധ്യേഷ്യയും അതിന്റെ പരിസര പ്രദേശങ്ങളും ഇസ്ലാമിന്റെ വരുതിയിൽ വന്ന കാലം ചൈന വരെ നീണ്ടുനിന്ന ഇസ്ലാമിക ഭരണകൂടം, അതിന്റെ അധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉണങ്ങിയ റൊട്ടിയും കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും. അമ്മായി വന്നത് എനിക്ക് ഇച്ചിരി കാശ് തരുമോ മോനെ എന്ന് ചോദിക്കാനാണ്. നിന്റെ ഗവൺമെന്റിന്റെ വകയായി എനിക്കിച്ചിരി ശമ്പളമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ജീവിത ചെലവിലേക്ക് വേണം എന്ന് ചോദിക്കാൻ വേണ്ടി വരികയാണ്. കാണുന്നത് ഈ കാഴ്ചയാണ്. അമ്മായി പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അതൈതു ബിഹാജത്തിൻ ലീ ثم رأيت أن نبدأ بك قبل حاجتي. അമീറുൽ മുഅ്മിനീനെ, ഭരണാധികാരിയെ, നിങ്ങളോട് എന്റെ ഒരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. എനിക്ക് തോന്നിയിപ്പോ എന്റെ കാര്യമല്ല പറയേണ്ടത്, നിങ്ങളോട് ചില കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വിഷയമാണ് എന്റെ വിഷയം. ഇപ്പോ ചോദിച്ചു, എന്താ അമ്മായി, എന്താണ് വിഷയം? ഇപ്പൊ പറഞ്ഞു, മോനെ അമീറുൽ മുഅ്മിനീനെ, ഇതിനേക്കാളും നല്ല ഒരു ഭക്ഷണം നിങ്ങൾക്കുണ്ടാക്കിക്കൂടെ? എന്താണ് നിങ്ങൾ ഈ കഴിക്കുന്നത്? എന്താണ് ഈ കഴിച്ചത്? ഉണക്ക റൊട്ടിയും അതിലേക്ക് ഇച്ചിരി ഉപ്പും എണ്ണയും, അതോടെ തീർന്നു രാത്രി ഭക്ഷണം. നിങ്ങൾക്ക് നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു, ലൈസ ഇൻദി യാ അമ്മാ. അമ്മായി, എന്റെ അടുത്തില്ലല്ലോ. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. പക്ഷെ എന്റെ കയ്യിലില്ല. എന്ത് ചെയ്യും? എന്റെ കയ്യിലില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മായിയുടെ വിഷയം പറഞ്ഞു. മോനെ, നിന്റെ അമ്മാവൻ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, നിന്റെ സഹോദരൻ വലീദ്, ഇവരെല്ലാം അധികാരത്തിലേറിയപ്പോൾ എനിക്ക് ചില കാശ് അവർ തരാറുണ്ട്. ആ കാശ് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അധികാരത്തിലേറിയപ്പോൾ എന്താണ് നിങ്ങളത് തരാത്തത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു. എത്രയോ വിഷയങ്ങൾ, ബന്ധുക്കളുടെ വിഷയങ്ങൾ അല്ലാത്തത്, ഇഷ്ടക്കാര് സ്വന്തക്കാര് എന്ന് പറഞ്ഞ ഒച്ചപ്പാടുകളും ചർച്ചകളും നമ്മൾ കേൾക്കാനിടയാവുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ സ്വന്തം അമ്മായിയോട് പറഞ്ഞു, യാ അമ്മ, എന്റെ അമ്മായി, ഇന്ന അമ്മി അബ്ദുൽ മലിക്, എന്റെ അമ്മാവനായ അബ്ദുൽ മലിക്കും എന്റെ സഹോദരൻ വലീദും സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കും നിങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ് തന്നിരുന്നത്. അത് തരാൻ ഞാൻ ഒരുക്കമല്ല. നിങ്ങളത് അർഹിക്കുന്ന ആളല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കാശ് തരാം. എത്രയാണത്? എനിക്ക് ഒരു വർഷത്തിൽ 200 ദീനാർ എന്റെ ചെലവിലേക്ക് ഗവൺമെന്റ് തരുന്നുണ്ട്. ആ കാശ് ഞാൻ നിങ്ങൾക്ക് തരാം അമ്മായി, നിങ്ങളത് വേണമെങ്കിൽ എടുത്തോളൂ. എന്നല്ലാതെ നിങ്ങൾക്കൊരു മാസാന്തം, ഒരു വേതനം, ഒരു വരുമാനം ഗവൺമെന്റിൽ നിന്ന് ഇത് തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല അമ്മായി. എന്റെ പ്രൈവറ്റ്, എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തരാം. അവര് ചോദിച്ചു, എത്രയാണത്? 200 ദീനാർ. മോനെ, അതെനിക്ക് വേണ്ട, അതുകൊണ്ട് എന്റെ ചെലവ് നടക്കുകയുമില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നിസ്സഹായനായ അമ്മായിയോട് പറഞ്ഞു, അമ്മായി, മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ ഒന്നുമേ എന്നെ കൊണ്ട് സാധ്യമല്ല. ഇത്രേ എന്നെ കൊണ്ട് കഴിയൂ, ഇതിലേറെ തരാൻ കഴിയില്ല. ഫൻസറഫത് അൻഹു. ഇത് കേട്ടപ്പോൾ അവിടുന്ന് ആ അമ്മായി പിരിഞ്ഞു പോരുകയാണ് ഉണ്ടായത്. ഫൻസറഫത് അൻഹു. തിരിച്ചു കൊടുക്കാൻ മറുപടിയില്ലാതെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം ബന്ധുക്കളുടെ വിഷയമായിരുന്നപ്പോൾ പോലും ആ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ, പൊതുസമ്പത്ത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന കൃത്യമായ കാഴ്ചപ്പാടുകൾ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നടപ്പിലാക്കിയ അതേ പാതയിൽ സഞ്ചരിച്ച മഹാനാണ് അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് മെയിൽ, നമ്മുടെ കത്തിടപാടുകൾ നടത്തുന്ന മെയിൽ സർവീസിന്റെ ഭാഗമായ ഒരു കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് ബഅലബക്കിലേക്ക് പോയിട്ട് മഹാനവറുകൾക്ക് വേണ്ടി തേൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. മഹാനവറുകൾ രോഗിയാണ്. ആ തേൻ കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ചോദിച്ചു, നീ എവിടെന്നാ അത് വാങ്ങിച്ചത്? ബഅലബക്കിൽ നിന്ന്. എങ്ങനെ പോയി? ദാബത്തിൽ ബരീദ്, മെയിൽ സർവീസിന് ഉപയോഗിക്കുന്ന ആ കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് പോയതാണ്. മഹാനവറുകൾ പറഞ്ഞു, മോനെ, ഇതെനിക്ക് അനുവദിക്കപ്പെടില്ലല്ലോ.
നിങ്ങളത് കൊണ്ടുപോകാൻ എടുത്ത വാഹനം അതെന്റേതല്ലല്ലോ, അത് ഗവൺമെന്റിന്റേതാണ്, അത് പൊതുജനങ്ങളുടേതാണ്. പൊതുജനങ്ങളുടെ വാഹനം ഉപയോഗിച്ച് എനിക്കൊരു മെഡിസിൻ കൊണ്ടുവരാൻ, ഇച്ചിരി തേൻ കൊണ്ടുവരാൻ നിങ്ങൾ പോയത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ തേൻ നിങ്ങൾ വിൽക്കുകയും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക, അതിന് കിട്ടുന്ന മൂല്യം എത്രയാണോ അതിന് ചെലവായതിലേക്ക് എടുക്കുകയും അതിലേറെ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിലേക്ക് കൊടുക്കുകയും ചെയ്യണം എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. ലൗ കാന യൻഫഉൽ മുസ്ലിമീന ഖൈഉൻ ലതഖയ്യതു. തേൻ കഴിച്ചതിന് ശേഷമാണ് ഈ ചോദ്യവും സംഭാഷണവും നടന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഞാനൊന്ന് ഛർദിച്ചാൽ ആ ഛർദിക്കുന്നത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ ആ കഴിച്ച തേൻ ഛർദിച്ചു കാണിക്കുമായിരുന്നു. പക്ഷെ അത് കഴിച്ചുപോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് ഇവിടെ വെച്ചേക്കല്ലേ, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്ക്. എന്നിട്ട് അതുകൊണ്ട് എന്താണോ ലഭിക്കുന്നത് അത് ഇതിന്റെ ചെലവിലേക്കും മിച്ചം വരുന്നത് പൊതുമുതലിലേക്കും രേഖപ്പെടുത്തുക എന്ന് സ്വന്തം തന്റെ തൊഴിലാളിയോട് നിർദ്ദേശിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇത് ഇച്ചിരി രസമുള്ളതാണ്, മധുരമാണ് അധികാരം, പക്ഷെ അതിന്റെ പിന്നിൽ ഭാരമുണ്ട്. അൽ അമാറത്തു ഹസ്റത്തുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ. അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഇത് സങ്കടത്തിന് കാരണമാകും. അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ ഇരുതല മൂർച്ചയുള്ളൊരു ചോദ്യമുണ്ട്. സമ്പത്തിനെ കുറിച്ച് എവിടെ നിന്നാണത് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ചെലവഴിച്ചത്, മിൻ ഐന ഇക്തസബ്ത, എവിടെ നിന്നാണ് നീ ഇത് എടുത്തത്, എവിടെയാണ് നീ ചെലവഴിച്ചത്? രണ്ട് ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യം അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാതെ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരാളുടെ കാലും അങ്ങോട്ട് എടുത്തു വെക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിലെ മഹാപ്രതിഭയായ മഹാൻ മുഹമ്മദ് ഇബ്നു വാസി റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് ഇസ്ലാമിക ധർമ്മസമരം മുന്നോട്ട് പോവുകയാണ്. യസീദ് ഇബ്നുൽ മുഹല്ലബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ധർമ്മസമരം മുന്നോട്ട് പോകുമ്പോൾ സമരത്തിൽ മുൻപന്തിയിലുള്ള മഹാനായ മുഹമ്മദ് ഇബ്നു വാസി തങ്ങളെ ഹജ്ജിന്റെ നേരമായപ്പോ പറഞ്ഞു, യസീദ് ഇബ്നുൽ മുഹല്ലബേ, എനിക്ക് ഹജ്ജിന് പോകണം, എനിക്ക് ലീവ് വേണം. ലീവ് അനുവദിക്കുന്നത് ജോലിക്കുള്ള ആളുകൾക്കൊക്കെ പറയില്ലേ, ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന്. അപ്പോ ഒരു ജോലി ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ലീവ് കിട്ടുന്നത് വലിയ രസം തന്നെയാണ്. ഇത് ഹജ്ജിനുള്ള ലീവാണ്. മുഹമ്മദ് ഇബ്നു വാസി എന്നവരെ പറഞ്ഞു, യസീദ് ഇബ്നുൽ മുഹല്ലബ് തങ്ങളോട്, എനിക്ക് കുറഞ്ഞ സമയമുള്ളൂ ഇനി ഹജ്ജിലേക്ക് പോകാൻ, എനിക്കൊരു ലീവ് വേണം, ഹജ്ജിന് ലീവ് വേണം. അപ്പോ ലീവ് അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ഇബ്നു വാസിഅ, നിങ്ങൾക്ക് ലീവ് ഞാൻ അനുവദിച്ചു കഴിഞ്ഞു. ഈ മഹാനെ കുറിച്ചാണ് ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി തങ്ങൾ പറഞ്ഞത്, ല ഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅൻ ഖൈറുൻ ഇൻദി മിൻ 100,000 ശാബിൻ ഷഹീർ വസൈഫിൻ ഖരീർ. 1,00,000 ചെറുപ്പക്കാര് യോദ്ധാക്കളായിട്ടും 1,00,000 മൂർച്ചയുള്ള ആയുധം എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് ഇബ്നു വാസി എന്നവരെ ആകാശലോകത്തേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയുടെ കരങ്ങളാണ്, വിരലുകളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹാനായ ഖുതൈബ തങ്ങളെ കൊണ്ട് പറയിപ്പിച്ച പ്രഗൽഭനായ മുഹമ്മദ് ഇബ്നു വാസി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോവുകയാണ്. പോകുമ്പോ നിങ്ങൾക്ക് വേണം, എപ്പോഴും വേണമെങ്കിൽ ലീവ് എടുത്ത് പോയിക്കോളൂ. അതാണ് നേതാവിന്റെ മറുപടി വന്നത്. യസീദ് ഇബ്നുൽ മുഹല്ലബ് തങ്ങളുടെ ഹജ്ജിന് പോകുന്ന പോക്കിൽ കുറച്ച് കാശും കൊടുത്തു കയ്യിൽ. പിന്നെ ഇത് നിങ്ങൾക്ക് യാത്രയിൽ ആവശ്യമുള്ളപ്പോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അതുകൊണ്ട് ലീവ് എടുത്തോളൂ, ഈ കാശും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകൾ യുദ്ധമുഖത്ത് നിന്ന് ഹജ്ജിലേക്ക് വരുമ്പോ മഹാനവറുകളുടെ ചോദ്യം ചോദിച്ചു, വഹൽ ستأمر بمثل هذا المال لكل جندي من جنودك أيها الأمير. യസീദ് ഇബ്നുൽ മുഹല്ലബേ, എനിക്ക് തന്ന ഈ കാശ് പോലെ നിങ്ങളുടെ സൈന്യത്തിലെ ഓരോ യോദ്ധാവിനും പട്ടാളക്കാരനും നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? പറഞ്ഞില്ല, ഇല്ലല്ല, ഇത് നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾക്ക് മാത്രമാണ്. ലാ ഹാജത ലീ ബിശൈഇൻ ഉഖസ്സു ബിഹി മിൻ ദൂനി ജുൻദിൽ മുസ്ലിമീൻ. പട്ടാളക്കാർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അവര് രാജ്യം കാക്കുന്നവരാണ്. അതിൽപ്പെട്ട പട്ടാളക്കാരിൽപ്പെട്ട ഒരാളാണ് ഞാൻ.
പക്ഷെ ഈ മഹാൻ മുദർരിസാൻ, ദർസ് നടത്തല് യുദ്ധമുഖത്ത് വെച്ചാണ്, യാത്രയിലാണ്. മുതഅല്ലിമീങ്ങൾ ചുറ്റും കൂടിയിരുന്ന് ആ മഹാന്റെ അടുത്ത് ഹദീസ് പഠിക്കും. മുഹദ്ദിസാൻ മുഹമ്മദ് ബിൻ വാസി എന്നവര് മഹാപ്രതിഭയാണ്, ദുആക്ക് ഉത്തരമുള്ള മഹാനാണ്. അപ്പൊ ഇച്ചിരി കാശേറെ കൊടുത്തതാണ്. ചോദിച്ചു, എനിക്ക് തന്നതുപോലെ ഈ സൈന്യത്തിലെ ഓരോ പട്ടാളക്കാർക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ യസീദ് ബിൻ മുഹല്ലബ്? പറഞ്ഞു ഇല്ല. എന്നാലേ എനിക്ക് മാത്രമായിട്ട് വേണ്ടേ, അത് കയ്യിൽ വെച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആ സമ്പത്ത് തിരിച്ചു കൊടുത്ത് ഹജ്ജിന് പോയ മഹാനായ യോദ്ധാവായിരുന്ന മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിക ചരിത്രത്തിലെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണിത്. ഇതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. ഇതിനാണ് ദീൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ദീൻ അറിയാൻ 3 വിഷയങ്ങളാണ് ശറഅ് പറയാ. നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. ഒരാളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയൂ. നിസ്കാരവും തലപ്പാവും അതല്ലെങ്കിൽ നെറ്റിത്തടത്തിലെ സുജൂദിന്റെ അടയാളവും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടൊന്നും ആളെ തിരിയില്ല. എത്ര ആളുകളുണ്ട് പറ്റിക്കപ്പെടുന്നവര്? ഞാൻ നിസ്കാരം കണ്ടപ്പോൾ വിചാരിച്ചു നല്ല മനുഷ്യനായിരിക്കും, പിന്നെ പറ്റിച്ചു പോയപ്പോഴേ അറിഞ്ഞത്. എത്ര ആളുകളുണ്ട്? എന്നും സുന്നത്ത് നോമ്പാ. അപ്പൊ പിന്നെ കാര്യങ്ങൾ കമ്പനിയുടെ മാനേജ്മെന്റ് മൂപ്പരങ്ങ് ഏൽപ്പിച്ചു, നിങ്ങൾ മാനേജ് ചെയ്തോളൂ. പിന്നെ അത് അങ്ങ് തകർത്ത് കയ്യിൽ കൊടുത്തപ്പോഴാണ് മനസ്സിലായത്, പടച്ചോനെ ഇതൊക്കെ ഇയാളെ തട്ടിപ്പാക്കി നടത്തി കൊണ്ടുപോകുകയായിരുന്നല്ലോ. ഒരു മനുഷ്യനറിയാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആമിൽ ഹുബിദ്ദീനാരി വദ്ദിർഹം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട്. ഉമർ തങ്ങളുടെ മുമ്പിൽ കേസ് വന്നിരിക്കാൻ, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ? സാക്ഷിയുണ്ട് ഉമറേ, സാക്ഷിയുണ്ട്. ആരാ? ആ കാണുന്ന ആള്. അങ്ങോട്ട് അടുത്തേക്ക് വിളിക്കാൻ, നിങ്ങളുടെ വിഷയത്തിൽ സാക്ഷി പറയാൻ വന്ന ആളാണല്ലേ? നിങ്ങൾക്ക് ഇയാൾ അറിയോന്ന് ചോദിച്ചു. എനിക്കറിയാം. നിങ്ങൾക്ക് ഇയാൾ അറിയുമല്ലേ? സാക്ഷിയോടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇയാൾ അറിയോ? അറിയും. ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ? ഇല്ല. അൽ ജാവർതഹു, ഇയാളുടെ കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ? ഒരു യാത്രയിലോ അല്ലാത്തപ്പോഴോ അയൽപക്കങ്ങളിലോ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. അൽ സാഫർത മഅ, ഇയാളുടെ കൂടെ ദീർഘയാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എനിക്കാളെ അറിയാം. ഉമർ തങ്ങൾ പറഞ്ഞു, അൻതലാ തഅരിഫുഹു, നിങ്ങൾക്ക് ഇയാളെ അറിയില്ല. ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, നിങ്ങൾ ഇയാളൊരു പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും രാവിലെ ജമാഅത്തിന് വരുന്ന ആളാണ്, സുബഹിക്ക് വരുന്ന ആളാണ്, മഗ്രിബിന് കാണാറുണ്ട്, ദുഹറിന് കാണാറുണ്ട്. പള്ളിയിൽ വെച്ച് കണ്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയോ? 1000 രൂപ കടം കൊടുത്തു നോക്കിയോ? വായ്പ വാങ്ങിച്ചു പോയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടുകൾ ചെയ്തിട്ടുണ്ടോ? സമ്പത്തിന്റെ ഇടപാടിലാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുകയെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് ഈമാനും ഇസ്ലാമൊക്കെ തെളിയേണ്ടത്. നിസ്കരിക്കാനും നോമ്പൊൽക്കാനും ദിക്ർ ചൊല്ലാനൊന്നും വലിയ പണിയില്ല, ചെലവില്ലാത്ത പരിപാടിയാ. അതെല്ലാരെ കൊണ്ടും കിട്ടും, എല്ലാരെ കൊണ്ടും കഴിയും. എൻ്റെ ഒരു സുഹൃത്ത്, ദുബൈയിലുള്ളൊരു സുഹൃത്ത് ഒരു സംഭവം പറഞ്ഞു പെടുത്ത്. അദ്ദേഹം പേര് പറയരുത്, നാടും പറയരുത്, എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം. പക്ഷെ ഒരു അത്ഭുതം തോന്നുകയാണ്. ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, 1 ദിർഹം തരുമോ? അപ്പൊ ഇയാൾ 5 ദിർഹം എടുത്ത് കൈ. ഇപ്പൊ അടുത്ത് സംഭവിച്ച ഒരു മാസത്തിനകം 5 ദിർഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് കൂടുതലാണ്, എനിക്ക് 1 ദിർഹം, 1 കോയിൻ മതി. 5 വേണ്ട, 1 കോയിൻ മതി. നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് കണ്ടപ്പോ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. നല്ല ഒരു പൈജാമിയും ചുപ്പക്കെട്ട് താടിയും തലപ്പാവൊക്കെ ഉള്ള ഒരു കണ്ടപ്പോ ഒരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു. പടച്ചോനെ 1 ദിർഹം ചോദിച്ചപ്പോ 5 കൊടുത്തു. വലിയ കൂടുതലൊന്നും അല്ലല്ലോ. 5 തിരിച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്ക് 1 മതി. 1 മതി. അങ്ങനെ 1 വാങ്ങിച്ചു വെച്ചു. റബ്ബേ, വല്ലാത്ത മനുഷ്യൻ. അയാൾ കുറെ ദ്വാരക്കാനും തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ കണ്ണില് വല്ലാത്ത വിഷമുണ്ടല്ലോ. അപ്പൊ വീട് പണിന്റെ വിഷമത്തിലാ ഉള്ളത്. വലിയ വിഷമുണ്ടല്ലോ മോനെ, മുഖത്ത് നോക്കുമ്പോ എന്തോ പ്രയാസമുണ്ടല്ലോ. ഉണ്ട്, പ്രയാസമുണ്ട്. മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോ? അല്ലാഹു തആല എന്റെ മുമ്പ് പറഞ്ഞയച്ചതാണ്. നീ എന്ത് ചോദിച്ചോ, പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവനും തോന്നി, റബ്ബേ, ഇത് സംഗതി ശരിയാണ്, വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. എന്നോട് പറഞ്ഞു, എന്റെ കൈ പൊട്ടിപ്പിടിക്ക്, ഓദിക്കോ, ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദും, ഒരു ആയത്തുൽ കുർസി, ഒരു ഫാത്തിഹയും. അപ്പൊ ചെറുപ്പക്കാരതൊക്കെ ഓതി കയ്യും തുറന്നു നോക്കുന്നു പറഞ്ഞു. നോക്കുമ്പോ അതിനുള്ളിൽ ഒരു മുത്ത്. പറയുന്നത് എന്റെ കയ്യിനുള്ളിൽ അയാൾ വെച്ചതല്ല, എന്റെ കയ്യിന്റെ ഉള്ളിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എടുത്തു വെച്ചോന്ന് പറഞ്ഞു. വീണ്ടും ഒരു തട്ടിപ്പ് വേറെ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയൊരു സാധനം, ഒരു കല്ലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. വണ്ടി എടുത്ത് പോവാണ്.
എന്നെ സ്ഥലം വരെ കൊണ്ടുവിട്ട് ദുബൈയിൽ വെച്ച് നടന്ന അവൻ എന്നെ കൊണ്ടുവിട്ട് തരുമെന്ന് ചോദിച്ചു. കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കൊണ്ടുപോകാന്നു. കല്ല് വെച്ചു. അടച്ചു പിടിച്ചു. പിന്നെ ചൊല്ലിക്കോ, ഒരു ഫാത്തിഹ ഓത്, ഒരു ആയത്തെ കുറിച്ച് ഓത്, ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ ഓദിക്കോ. എന്നിട്ട് മൂപ്പര് ദുആക്കതായിരുന്നു. എടുത്തു നോക്കുന്നു പറഞ്ഞു. നോക്കുമ്പോൾ ഒരു ചെറിയ മിഠായി. അത് കഴിച്ചോ എന്ന് പറഞ്ഞു. അവൻ കഴിച്ചു. റബ്ബേ, അള്ളാന്റെ വലിയൊരു ഔലിയപ്പാപ്പാണല്ലോ വന്ന് വിട്ടുകണത്. സുബ്ഹാനല്ലാഹ്. ചോദിച്ചോ, ഞാൻ തരാന്നാ പറയണത്. ഒരു ദിർഹമില്ലാണ്ട് മൂപ്പര് വന്നതെന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നുപോയി. അപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, മോനെ നിന്റെ സമ്പത്തിൽ ബർക്കത്തില്ലല്ലേ? ഇപ്പൊ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. കുറച്ച് 15,000 ദിർഹം അവന്റെ കയ്യിലുള്ളൂ. അത് എന്തോ വലിയ കഷ്ടപ്പാടില്ല പോകുന്നത്. അതെവിടെയാ ചോദിച്ചു. നിന്റെ കാശിന് ബർക്കത്തില്ലാത്തതാ വിഷയം. ഞാൻ അതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞു. എവിടെയാ? ATM പോയിട്ട് എടുക്കണം, അക്കൗണ്ടില്ല. ATM എവിടെയുള്ളത്? അങ്ങോട്ട് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. മൂപ്പര് വണ്ടി ഇരുന്നു, നീ കൊണ്ടുപോവാ. ഒരു ATMന്റെ ലിമിറ്റ് കണ്ടല്ലോ, ഒരു 10,000 ലിമിറ്റ് കഴിഞ്ഞു, ബാക്കി കിട്ടൂല. ഇനി എന്ത് ചെയ്യും? ഇനി പിന്നെ വേറൊരു കാർഡ് ഉപയോഗിക്കണം, അത് വേറെ ബാങ്കിൻ്റെതാണ്, ഇവിടെ ATM ഇല്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയി ആ ATM അക്കൗണ്ടിലെ മുഴുവൻ പൈസയും 10-15,000 ദിർഹം എടുത്തിട്ട് പറഞ്ഞു, നീ ഇത് നല്ലോണം ചുരുട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നു പറഞ്ഞു. അങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു. ചെറുപ്പക്കാരൻ വിചാരിച്ചു, റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമായിരിക്കും, നിന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കും അവൻ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം പറയാം, ഞാൻ ചായ വാങ്ങിച്ചു വെച്ച ടീ കപ്പ് ഉണ്ട്, കടലാസിന്റെ കപ്പ്, വണ്ടിയുടെ നമ്മുടെ ഡോറിന്റെ ഇവിടെ വെക്കുമല്ലോ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, മോൻ പുറത്തു പോയി നിൽക്കും, ഞാൻ ദ്വാരക്കട്ടെ എന്ന് പറഞ്ഞു. പുറത്തു പോയിരുന്നു. ഇയാൾ അകത്തിരിക്കുകയാണ്. ആ ഇടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോള് ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞു, കാര്യമായിട്ട് ദ്വാരന്നിട്ടുണ്ട്, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട്, ഇനിയിപ്പൊ നോക്കണ്ട, നീ വീട്ടിലെത്തിയിട്ട് നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ സാധു അങ്ങനെ വിചാരിച്ചു, റബ്ബേ പറഞ്ഞ പോലെ ചെയ്യേണ്ട, വല്ല വൃത്തക്കേടും വന്നാലോ. എങ്ങനെ പച്ചക്കല്ല് മിഠായിയാക്കി തിന്നാൻ പറഞ്ഞ മധുരം അറിഞ്ഞു നാവിൽ. അത് പറയാ, വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ എന്താ പറയാ, അതിന്റെ ടീ കപ്പാണി കാണുന്നത്. എന്റെ 15,000 ദിർഹം അടിച്ചു മാറ്റിയിട്ട് അയാൾ പോയത്. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഇത് ജനങ്ങൾ അറിയണം. എന്റെ പേര് പറഞ്ഞ് എന്റെ നാട്ടുകാരെന്നെ അറിഞ്ഞു വെക്കും. അതുകൊണ്ട് നാണക്കേടല്ലേ, തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ തട്ടിപ്പുണ്ടാവോ? കറാമത്ത് കാട്ടിട്ട് തട്ടിപ്പ്. ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത്. അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞു ഓടിപ്പോവരുത്. ഇതിപ്പോ മഹാ തട്ടിപ്പാണ് ഇയാൾ ചെയ്തത്. കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്തുൽ മുഅ്മിനി ദീനുഹു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത്. കറാമത്തുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് ദീനുഹു, അവന്റെ ദീനാണ്. നമ്മൾ അത്ഭുതങ്ങളാന്ന് വിചാരിക്കും. അത്ഭുതം കാണുമ്പോൾ നമ്മൾ അങ്ങ് വീഴാൻ, പിന്നെ പോയിട്ട് ബൈഅത്ത് ചെയ്യാൻ, പിന്നെ പോയിട്ട് നമ്മൾ അങ്ങ് കിടക്കുകയാണ്, എന്താ ചോദിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്ന ഇസ്തിദ്റാജുകളുണ്ട്. കള്ളുടിയന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. മഹാ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും. പല അത്ഭുതങ്ങളും മനുഷ്യന് കാണിക്കാൻ പറ്റും. അത്ഭുതം കാണുമ്പോൾ അള്ളാന്റെ വലിയ എന്ന് വിചാരിക്കുമോ നമ്മള്? വലിയ എവിടെയല്ല. വലിയ അറിയണമെങ്കിൽ പൈസന്റെ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ? കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ? ഹലാലും ഹറാമും നോക്കുന്നവരാണോ? അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള ആളുകളാണോ? പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത്? ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല. പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം. ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം, ദീർഘയാത്ര വേണം. മൂന്നാമത്തേത് കൂടെ താമസിക്കണം. അയൽപക്കക്കാർക്ക് അയൽവാസികൾ അറിയാൻ പറ്റൂ, നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല. അയൽപക്കത്തുള്ളവർക്കറിയാം. ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അറിയാം, അല്ലേ? പറയില്ലേ, പെങ്ങള് വീട്ടിലേക്ക് നിൽക്കാൻ വന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു, അല്ലെങ്കിൽ ഇക്കാക്കാന്റെ ഭാര്യ വന്നു, പിന്നെ പ്രശ്നമായി. വരാതിരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു, അവര് വന്നു, പ്രശ്നമായി. എന്തേ? ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് പ്രശ്നക്കാരാരാന്നറിയാം. ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ? അവര് നല്ലവരാണ്, കൂടെ താമസിച്ചു, കൂടെ യാത്ര ചെയ്തു, മാഷാ അല്ലാഹ് നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ്. കൂടെ യാത്ര ചെയ്യണം, കൂടെ താമസിക്കണം. അത് കഴിഞ്ഞ് ദീനാറിന്റെയും ദിർഹമിന്റെയും ഏർപ്പാടുകൾ, കാശ് കൊണ്ടുള്ള ചില ട്രാൻസാക്ഷൻസ് നടത്തി നോക്കണം. അല്ലാതെയൊന്നും നിങ്ങൾ ദീനളക്കണ്ട എന്ന് പഠിപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. കാശിന്റെ ഏർപ്പാടുമലാണ് ഒരു മനുഷ്യന്റെ ദീന് മനസ്സിലാവാൻ. അല്ലാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തട്ടിപ്പുകളൊന്നും ചെന്ന് പെടാതെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ കാവലുണ്ടാകട്ടെ.
അള്ളാഹുവിന്റെ കാവലുണ്ടാകട്ടെ. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഫറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു ദീർഘദർശനം ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറയും, എന്റെ ഉമ്മത്തിൽ ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ, എന്റെ സമുദായത്തിൽ അല്ലാഹു തആല നബുവത്ത് കൊടുക്കാതെ തന്നെ വഹയി കൊടുക്കാതെ ഇൽമു നൽകുന്ന മഹാന്മാരുണ്ട്. വഹയിന്റെ ഇൽമല്ലാതെ അമ്പിയാക്കന്മാരല്ല അവര്, പക്ഷെ അല്ലാഹു തആല അവർക്ക് ലദുന്നിയായ ഇൽമുകൾ കൊടുക്കും. എന്റെ ഉമർ അവരിൽപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അധികാരത്തിലേറുമ്പോൾ പ്രത്യേകിച്ചും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ചും സാമ്പത്തികമായ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തികമായ അച്ചടക്കം ഇതൊരു മുഅ്മിനിന്റെ മുഖമുദ്രയാണ്. ഇതില്ലാതെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം, പൈസക്കാരായ ആളുകളെ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളാക്കി അങ്ങോട്ട് തെരഞ്ഞെടുക്കും. ഒറ്റ തെരഞ്ഞെടുക്കലാണ്. എന്തേ? പൈസക്കാരനല്ലേ. നമ്മൾ നോക്കാറുണ്ടോ? പള്ളിക്ക് 2 ലക്ഷം തരാന്ന് പറഞ്ഞു. ഇതാരായി തരാന്ന് പറഞ്ഞത്? ബോംബെയില് കള്ള് ബിസിനസ്സാണ്, ദുബൈയില് വ്യഭിചാര ബിസിനസ്സാണ്, അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വേറെന്തെങ്കിലും ഏർപ്പാടുകളാണ്. അങ്ങനത്തെ ആളുകളെ നമ്മളിതാ പള്ളിക്ക് 2 ലക്ഷം കടക്കട്ടെ മൂപ്പരന് ഖജാഞ്ചി മരണം വരെ, അല്ലെങ്കിൽ 10 ലക്ഷം തന്നു, അല്ലെങ്കിൽ 20 തന്നു. ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? എവിടുന്നാ വരുമാനം? എന്താണ് ഹലാലായ സോഴ്സ് ആണോ? അള്ളാഹുവിന് പൊരുത്തുള്ള ആളാണോ? മനുഷ്യരെ പറ്റിച്ചു വന്നതാണോ? ഇത് നോക്കി ഹലാല് കൊണ്ടല്ലാതെ മുഅ്മിനീങ്ങൾ അവരുടെ ഇബാദത്തുകൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളല്ലേ. നമ്മുടെ മദ്രസകൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ ദീനീ സംരംഭങ്ങൾ തരുന്നത് മുഴുവനും വാങ്ങിക്കാനുള്ളതല്ല. നമ്മൾ മഹാനായ ബാപ്പുട്ടി ഹാജി, നമ്മുടെ ഇത് പറമ്പിൽ പീടിക പരിസരമാണ് അല്ലെ, ചമ്മാട് ദാറുൽ ഹുദ വെളിപ്പാടകലയാണ്. ദാറുൽ ഹുദക്ക് വേണ്ടി 60,000 രൂപ സംഭാവന ചെയ്ത ഒരു സഹോദരൻ അങ്ങ് എറണാകുളം അപ്പുറത്ത് നിന്ന്, അദ്ദേഹം അന്ന് 60,000, എനിക്ക് തോന്നി നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 28-30 വർഷം മുമ്പത്തെ സംഭവം, ആ ഒരു അല്ലെങ്കിൽ 25 വർഷത്തിലേറെ ആയി കാണും ഈ സംഭവം നടന്നിട്ട്. 60,000 രൂപ അന്ന് ദാറുൽ ഹുദക്ക് മക്കൾക്ക് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞ് റെസീറ്റ് എഴുതി വാങ്ങിച്ച് ദാറുൽ ഹുദയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനായ ബാപ്പുട്ടി ഹാജി അവറുകളുടെ ഒരു ചോദ്യം, അല്ല മോനെ, ഈ ആൾക്ക് എന്താ പരിപാടി? അവിടെ ചോദിക്കും. ഡോക്ടർ യുവാപ്പുട്ടി ഹാജി, ഉള്ളാട്ട് ചമ്മാട് വാപ്പുട്ടി ഹാജി അറിയില്ലേ? അള്ളാഹു മഹാനുഭാവന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ദാറുൽ ഹുദയുടെ ശില്പികള് അവരാണ്. ദാറുൽ ഹുദയുടെ വിജയം മഹാനായ CH ഹൈദ്രൂസ് മുസ്ലിയാരാണ്. ദാറുൽ ഹുദയുടെ വിജയം മഹാനായ ഡോക്ടർ യുവാപ്പുട്ടി ഹാജിയാണ്. ദാറുൽ ഹുദയുടെ സംവിധാനങ്ങൾ എന്താവണം എന്ന് സ്വപ്നം കണ്ട മഹത്തുക്കള് എം ബഷീർ മുസ്ലിയാർ, അള്ളാഹുയുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ 60,000 കൊടുത്തയച്ച മനുഷ്യന് ലോട്ടറി ബിസിനസ്സാന്ന് പറഞ്ഞപ്പോ പിറ്റത്തെ ആഴ്ച വണ്ടി കയറി ദാറുൽ ഹുദയുടെ ചെലവിൽ ആ കുട്ടിയോട്, വിദ്യാർത്ഥിയോട്, ഇത് തിരിച്ചു കൊടുത്തേക്കണം, എന്റെ മക്കൾക്ക് ഞാൻ ഹലാലായ ഭക്ഷണമേ കൊടുക്കാറുള്ളൂ, അവർക്ക് ഈ ഹറാമിന്റെ ഭക്ഷണം പറ്റില്ല, ഇത് നിങ്ങൾ എടുത്തോളൂ, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത സ്ഥാപനമാണ് ചമ്മാട് ദാറുൽ ഹുദയുടേത്. അത് ബാപ്പുട്ടി ഹാജിയുടെ ആ ഒരു സൂക്ഷ്മതയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ദീന്. തരുന്നത് മുഴുവൻ വാങ്ങിക്കാനുള്ളതല്ല, കിട്ടുന്നത് മുഴുവൻ എടുക്കാനുള്ളതുമല്ല. എന്താണ് ഹലാൽ, എന്താണ് ഹറാം? ഉമ്മമാർ പഴയ കാലങ്ങളിൽ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറയും ഭർത്താവിനോട്, ജോലിക്ക് പോവുകയാണല്ലേ, ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഭർത്താവിനോട് പെണ്ണുങ്ങൾ പറഞ്ഞിരുന്ന വാക്കായിരുന്നു അത്. ഭർത്താവേ, നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ, പക്ഷേ പട്ടിണി സഹിക്കാൻ പറ്റും. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ജോലിക്ക് പോവാൻ, കൊണ്ടുവരുന്ന കാശ് ഹലാല് മതി കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്നോളാം. ഹറാമിന്റെ കാശുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുവരല്ലേ, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല എന്ന് ഭർത്താക്കന്മാരോട് അന്നത്തെ പെണ്ണുങ്ങൾ വാതിൽക്കൽ നിന്ന് യാത്ര പറയുമ്പോ പറയുമായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് ദീൻ. ദീൻ എന്നത് അമാനത്താണ്. അള്ളാഹു അമാനത്ത് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ കാലം അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് അധികാരത്തിന്റെ മറവിൽ ചുളിവ് വിഷയങ്ങൾ നടക്കുമ്പോ, കൈക്കൂലികൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോ അതൊക്കെ ഒരു നിസ്സാരമായി, അതൊക്കെ സ്വാഭാവികമായും ചെയ്യണ്ടേ, അല്ലെങ്കിൽ കാര്യം നടക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ കാലത്ത് ഈ സംഭവങ്ങളെ നമ്മൾ ഓർക്കണം. അധികാരം കൊണ്ടുണ്ടാകുന്ന ചില വിപത്തുകൾ എങ്ങനെയാണ്? മഹാനായ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ കാലം അദ്ദേഹം തന്റെ ജോലിക്കാരായ ആളുകൾ കൃത്യമായും ജോലി ചെയ്യണം, അവരെ കൈക്കൂലി വാങ്ങിക്കരുത് എന്ന് ദൃഢനിശ്ചയമുള്ള ആളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് നൽകപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സമ്മാനം നൽകപ്പെടുകയാണെങ്കിൽ ആ സമ്മാനം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് റിശ്വ, അത് നിങ്ങൾക്ക് കൈക്കൂലിയാണ്. നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കാൻ, ആ സ്ഥാനത്തിരിക്കുമ്പോ ഒരു പ്രിൻസിപ്പളിനെ ഒരു ടീച്ചർ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുന്നു, അല്ലെ? അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് കീഴുദ്യോഗസ്ഥൻ കൊണ്ടുപോയി കൊടുക്കുന്നു, ഒരു മാനേജർക്ക് കീഴെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു സമ്മാനം കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? ഇൻ കേസ് എന്തെങ്കിലും മുന്നോട്ട് പോകുമ്പോ വല്ല പ്രശ്നങ്ങളും വന്നാൽ എന്റെ കാര്യം സോൾവ് ചെയ്ത് തരണം, അതിനെ സുഖിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണത്. ഒരു അധികാരത്തിലിരിക്കുമ്പോൾ ഒരാൾ സ്വീകരിക്കുന്ന സമ്മാനം, അതിന്റെ പേരാണ് ബ്രൈബ്, അതാണ് കൈക്കൂലി എന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കാൻ പാടില്ലെന്നാണ്. നബിതങ്ങളുടെ സ്വഹാബിമാര് വന്ന് നബിതങ്ങളോട് അവരുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ഉമർ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി ബസ്രയിൽ നിന്ന് വന്നിട്ട് ഒരുപാട് സമ്പത്ത്, ഇതൊക്കെ ഉമർ എന്നവരെ മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിലേക്കാണ്, ഇതോ അതെന്റേതാണ്. എങ്ങനെ നിങ്ങളുടേത്? മദീനയിൽ നിന്ന് പോകുമ്പോ കൊണ്ടുപോയതോ? അല്ല, അതെ, എനിക്ക് അവര് സമ്മാനം തന്നതാണ്. എന്നെ ചോദിച്ചു ഉമർ എന്നവര്, നിങ്ങളെ ഞാൻ ഈ ഗവർണർ സ്ഥാനം ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സമ്മാനം നിങ്ങൾക്ക് അവര് തരുമോ? നിങ്ങൾ ഗവർണർ അല്ലായിരുന്നെങ്കിൽ വെറും ഒരു സ്വഹാബിയായി പോയതാണ്, ഈ സമ്മാനം നിങ്ങൾക്ക് അവർ തരുമോ? ഇല്ല. എന്നാലേ അത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്താണ്, അതേക്ക് കൊടുത്തേക്കണം, ഇത് നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇതൊക്കെ ഇസ്ലാം വെറും നോമ്പൊൽക്കലും നിസ്കരിക്കലും മാത്രമല്ല എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങും എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് നൽകണമേ. പള്ളിയിലേക്ക് കയറുമ്പോൾ എന്താ ചൊല്ലുന്നത്? അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരേണമേ. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു തരേണമേ. പള്ളിന്റെ ഉള്ളിൽ റഹ്മത്താണ്, പുറത്തിറങ്ങുമ്പോഴോ ഫദ്ൽ, അല്ലാഹുവിന്റെ ഔദാര്യം, നിഅമത്ത്, ബറക്കത്ത് പള്ളിന്റെ പുറത്തുണ്ട്. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ റബ്ബേ നിന്റെ ഔദാര്യം നൽകണമേ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇബാദത്തിന്റെ അവസരം പള്ളിന്റെ ഉള്ളിലുള്ള പോലെ പള്ളിന്റെ പുറത്തുണ്ട്, ജീവിതത്തിൽ ഉടനീളമുണ്ട്. ആ ഔദാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇടപെടുന്ന ഓരോ ഇടപെടലുകളിലും, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇബാദത്തിന്റെ പ്രാധാന്യവും ഇബാദത്തിന്റെ മഹത്വവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ജോലികൾ ഇബാദത്താക്കാൻ എളുപ്പമാണ്, നല്ല നിയ്യത്ത് മതി. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഒരു സമാനമായ മാതൃക മർവാൻ അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ കാലത്ത് തന്റെ ജോലിക്കാരിൽപ്പെട്ട ഒരാൾ, തന്റെ ഗവർണറിൽപ്പെട്ട ഒരാള് ഒരു ഹദിയ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നവരെ ആ ഹദിയ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഖിലാഫത്തിന്റെ ആസ്ഥാനത്തേക്ക് അത് കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നപ്പോ മഹാനവറുകൾ ചോദിച്ചു, അഖബിൽത ഹദിയതൻ മുൻദു വല്ലൈതുക, അല്ല നിങ്ങൾക്ക് ഞാൻ അധികാരം ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വല്ല സമ്മാനവും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീനെ, ഇത് പറയുന്നത് അബ്ദുൽ മലിക് ഇബ്നു മർവാനിനോട്, ബിലാദുക ആമിറ വഖറാജുക മൗഫൂർ, നാട്ടിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടല്ലോ, നാട്ടുകാർക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, നാട്ടിൽ ഇഷ്ടം പോലെ സമ്പൽ സമൃദ്ധിയുണ്ടല്ലോ, വറഇയതുക അലാ അഫ്ളി ഹാലിൻ, ജനങ്ങളെല്ലാം നല്ല സാമ്പത്തിക ചുറ്റുപാടിലാണല്ലോ. മറുപടി അതാ കൊടുത്തത്. നീ സ്വീകരിച്ചോ ഇല്ലയോ എന്നാണ് ചോദ്യം. പറഞ്ഞു, ആൾക്കാരുടെ അടുത്തൊക്കെ ഇഷ്ടം പോലെ കാശാണ്, നാട്ടിലൊക്കെ നല്ല സൗകര്യങ്ങളാണ്. ഇത് പറഞ്ഞപ്പോ മഹാനായ അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മറുപടി വരുന്നു, അജിബ് അമ്മാ സഅൽതുക, ഞാൻ ചോദിച്ചിന് മറുപടി പറയേ. നിങ്ങൾ സ്വീകരിച്ചോ? അധികാരം ഞാൻ ഏൽപ്പിച്ചതിന് ശേഷം ജനങ്ങൾ തന്ന വല്ല സമ്മാനങ്ങളും സ്വീകരിച്ചോ? അതിന് മറുപടി പറയേ. ഖാല നഅം ഖദ് ഖബിൽത്, തീർച്ചയായും സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ നിങ്ങളെ ഞാൻ ഈ ജോബിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ആഹ്വാനം എന്തേ? അത് കൈക്കൂലിയാണ്. ഈ കൈക്കൂലി കൊണ്ടാണ് പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. മുതലാളിമാർ കാശെറിഞ്ഞു കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിപ്പോരുമ്പോ ഒരു പാവപ്പെട്ടവന്റെ നിസ്സാരമായ ഒരു കാര്യം മാസങ്ങളും ആഴ്ചകളും കൊല്ലങ്ങളും നമ്മുടെ ഓഫീസുകളിൽ പേപ്പറുകൾ പൊടിപിടിച്ചു കിടക്കുമ്പോഴും പാവപ്പെട്ടവന്റേത് നടക്കാതെ പോകുന്നത് ജോലിക്കാരായ ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് സുഖിപ്പിച്ചതിന്റെ പേരിലാണ്. അല്ലേ?
നമ്മളെ നശിപ്പിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. ആ ജോലിക്കാർക്ക് ശമ്പളമുണ്ട്, വേതനമുണ്ട്. അവർക്ക് ആ വേതനത്തിൽ പൊരുത്തപ്പെട്ട് ജോലി ചെയ്യാൻ വന്ന ആളുകൾ അതിനപ്പുറമുള്ള വരുമാനങ്ങൾ, കിമ്പളം എന്ന് നമ്മൾ പറയുന്ന വിധം കൈക്കൂലികളായി വാങ്ങിയിട്ട് അവരുടെ ജോലിയിൽ ആത്മാർത്ഥ നഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മളല്ലേ നഷ്ടപ്പെടുത്തിയത്? അതുകൊണ്ടാണ് കൈക്കൂലി കൊടുക്കുന്നവനും അത് വാങ്ങിക്കുന്നവനും കൊടുക്കാൻ സഹായിക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ മനോഹരമായ ജീവിതാനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മഹാനായ അത്വാ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് മക്ക കണ്ട, ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ. ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അത്വാ. ഹജ്ജിന്റെ സമയമാകുമ്പോൾ അത്വാ എന്നവരല്ലാതെ മറ്റാരും പിന്നെ ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് അന്ന് താബിഈകളുടെ കാലത്ത് അഭിപ്രായമുണ്ടായിരുന്ന അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അത്വാഉൽ ഖുറാസാനി തന്റെ പിതാവിന്റെ കൂടെ, പിതാവായ അത്വാഉൽ ഖുറാസാനിയുടെ കൂടെ മക്കയിലേക്ക് പോയ കഥ പറയുന്നുണ്ട്. ഞങ്ങൾ മക്കയിലേക്ക് പോകുന്നത് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനെ കാണാനാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന മക്കയിൽ വന്നിട്ടുണ്ട്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് മക്കയിലല്ല, അദ്ദേഹം ഡമസ്കസിലാണ്, ദിമഷ്കിലാണ്. അദ്ദേഹം ഡമസ്കസിലേക്കാണുള്ള യാത്ര. ആ യാത്രയിൽ ഞങ്ങൾ ഡമസ്കസിലേക്കുള്ള വഴിയിലാണ്. അത്വാ എന്നവരെ ആ വഴിയിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഡമസ്കസിലേക്ക് അടുക്കുമ്പോ ഒരു കഴുതപ്പുറത്ത് കറുത്ത വർഗക്കാരനായ ഒരാൾ വളരെ പരിപരുത്ത ഒരു വസ്ത്രവും ധരിച്ച് ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോ ഫളഹിഖ്തു മിൻഹു, എനിക്ക് ചിരി വന്നു. ഒരു കഴുതപ്പുറത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് ഒരാളിങ്ങനെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിന്റെ പരിസരത്ത് ഞാൻ ചിരിച്ചപ്പോ എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു, അബി മൻ ഹാദാ, ആരാണ് ഉപ്പ ഇയാൾ? കണ്ടിട്ടൊരു തമാശ തോന്നുന്നല്ലോ. കാരണം കാണാൻ തീരെ ഭംഗിയില്ലാതിരുന്ന ആളായിരുന്നു അത്വാ എന്നവര്. കറുത്ത വർഗക്കാരനാണ്, മൂക്ക് ചപ്പിയിട്ടാണ്, ഒറ്റക്കണ്ണാണ്, കാലിന് മുടന്താണ്, മുഖത്ത് ദമീമുൽ വജ്ഹി, തീരെ കാണാൻ ഭംഗിയില്ലാത്ത ഒരാൾ. പക്ഷേ പാണ്ഡിത്യത്തിന്റെ മഹാകൊടുമുടിയിലെത്തിയ മഹാപ്രതിഭയായ പണ്ഡിതൻ. കാണാൻ യാതൊരു നിലക്കും ഒരു നിലക്കും അദ്ദേഹത്തെ ഒരു കാഴ്ചയിൽ വിലമതിക്കാൻ കഴിയില്ല. പക്ഷേ ആള് ഭയങ്കരമാണ്. അതായിരുന്നു അത്വാ ഇബ്നു അബീ റബാഹ്, താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ, ലോകപ്രശസ്തനായ പണ്ഡിതൻ. മക്കയിലെ ഹറമിന്റെ പള്ളിയിൽ 30 കൊല്ലം ദർസിൽ പഠിച്ച മഹാൻ. 30 കൊല്ലം പഠിച്ചു മക്കത്തെ ഹറമിൽ. എന്നിട്ട് മുഫ്തിയായി മാറിയ ലോകപ്രശസ്തനായ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിതാവ് പറഞ്ഞു, മോനെ ആരാണിതെന്നറിയുമോ? ഹദാ സയ്യിദു ഫുഖഹാഇൽ ഹിജാസ്, ഹിജാസിന്റെ പണ്ഡിതന്മാരുടെ, ഫഖീഹുമാരുടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ മുഴുവനും നേതാവ് അത്വാ ഇബ്നു അബീ റബാഹ് ആണിത്. എന്റെ പിതാവ് അങ്ങ് ചാടി ഇറങ്ങി. എന്റെ പിതാവ് ഒരു കോവർ കഴുതയുടെ മീതയാണ്. അവർക്ക് ഒരു കഴുതയെക്കാളും മെച്ചമുള്ള വാഹനമാണ് കോവർ കഴുത. അതിനേക്കാളും മെച്ചപ്പെട്ടതാണ് എന്താ പറയാ, ഒരു കുതിര എന്ന് പറയും. ഓരോ വാഹനങ്ങൾക്ക് ഓരോന്നുണ്ടാവൂലേ, ചെറിയ ചെറിയ വാഹനങ്ങൾ നിന്ന് മേലോട്ട് കയറുമ്പോ എന്റെ പിതാവിന്റെ കോവർ കഴുതയും താഴെ ഇറങ്ങി ഈ കഴുതപ്പുറത്തിരിക്കുന്ന മഹാനെ കണ്ട് മഹാന്റെ കൈ പിടിച്ചു മുത്തുന്നു. എന്തെന്നില്ലാത്ത സ്നേഹപ്രകടനം, വർത്തമാനങ്ങൾ. അങ്ങനെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറഞ്ഞ മുസ്ലിം ലോകത്തിന്റെ അന്നത്തെ ഭരണാധികാരിയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക്, ഡമസ്കസിലെ ആസ്ഥാന മന്ദിരത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോ പാറാവുകാരെ മുഴുവനും ഒരുപാട് ആളുകളെ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോ മുമ്പിലുള്ളത് അത്വാ എന്നവരാണ്. അത്വാ എന്നവരവിടെ എത്തി. എന്തിനാ വന്നത്? പാറാവുകാരന്റെ ചോദ്യം. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനെ കാണണം, രാജാവിനെ കാണണം. പൊയ്ക്കോളൂ, ആരെങ്കിലും കൂടെ ഉണ്ടോ? ദാ അതിന്റെ കൂടെ വന്ന ആളാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അത്വാഉൽ ഖുറാസാനിയും വാപ്പയും മോനും മഹാനായ അത്വാ തങ്ങളുടെ കൂടെ കയറി പോവുകയാണ്. വാപ്പ പറഞ്ഞു മോനോട്, ഉസ്മാൻ ഇബ്നു അത്വാഇനോട്, മോനെ ഈ അത്വാ ഇബ്നു അബീ റബാഹ് നമ്മുടെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഗേറ്റിന്റെ പടിയിൽ നമ്മൾ ആഴ്ചകളോളം കിടക്കേണ്ടി വരും ഒരു പെർമിഷൻ കിട്ടാൻ. ആ രാജാവിന്റെ അരികത്തേക്ക് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ മാസങ്ങളോളം കിടക്കേണ്ടി വന്നേനെ. പക്ഷെ ഈ മഹാപണ്ഡിതന് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എഴുന്നേറ്റ് നിന്നു. ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, മർഹബ മർഹബ ഹാഹുന ഹാഹുന, ഇങ്ങോട്ട് വരിൻ അത്വാ, ഇവിടെ വന്നിരിക്കിൻ. രാജാവിന്റെ ചോദ്യങ്ങൾ, ഇവിടെ ഇരിക്കിൻ. രാജാവ് ഇറങ്ങി വരികയാണ്.
തന്റെ കട്ടിലിന്റെ പുറത്തിരുത്തി, കട്ടിൽ പുറത്ത്. സുബ്ഹാനല്ലാഹ്. രാജാവിന്റെ കാലുമുട്ട് മടക്കി. മഹാപണ്ഡിതൻ അത്വാ എന്നവരെ കഴുത്ത് കുറുകിയ ആളാണ്. വളരെ വളരെ ഷോർട്ട് ബിൽറ്റ് ആയിരുന്നു. അദ്ദേഹം വലിയ ഹൈറ്റ് ഒന്നുമുള്ള ആളല്ല. ഇരിക്കുമ്പോ ആ രാജാവിന്റെ പ്രൗഢിയിൽ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് കാലുമുട്ട് മടക്കി വെച്ച് മഹാനായ അത്വാ തങ്ങളുടെ മുമ്പിൽ അരുമ ശിഷ്യനെ പോലെ ഇരിക്കുകയാണ്. ഒരുപാട് പ്രമാണിമാർ അപ്പുറത്തിപ്പുറത്തൊക്കെ ഉണ്ട്. അവരോടൊന്നും സംസാരിക്കുന്നില്ല, എല്ലാവരും മിണ്ടാതിരിക്കുന്നു. ഹിശാമിന്റെ ചോദ്യം, മാ ഹാജതുക യാ അബാ മുഹമ്മദ്, അബൂ മുഹമ്മദേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടത്? എന്താ വേണ്ടത്? എല്ലാരും മിണ്ടാണ്ടിരിക്കുകയാണ്. അധികാരികളുടെ വീട്ടുമുറ്റത്തേക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങോട്ട് ചെല്ലേണ്ടവരല്ല. അധികാരികൾ പണ്ഡിതന്മാരെ വന്ന് ഇങ്ങോട്ട് വന്ന് കാണേണ്ടവർ. ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ് കേട്ടോ. സമ്പത്തുള്ള ആളുകളെ, മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വാതിൽക്കൽ മുട്ടി യാചിക്കേണ്ടവരല്ല. മുതലാളിമാർ ഇവിടെ വന്ന് ആവശ്യമുള്ളത് നിർവഹിച്ചു കൊടുക്കേണ്ടവരാണ്. റളിയല്ലാഹുവിനോട് ചോദ്യം, യാ അബാ മുഹമ്മദ് എന്തെങ്കിലും വേണോ? 25ഓളം രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ഈ ചോദിക്കുന്നത്. 25 രാജ്യങ്ങളുടെ ഭരണാധികാരി. യാ അബാ മുഹമ്മദ് എന്തെങ്കിലും വേണോ? അബൂ മുഹമ്മദ് അതാ എന്നവരുടെ സ്ഥാനപ്പേരാണ്. മറുപടി വരുന്നു, വേണം, ചില ആവശ്യങ്ങൾ പറയാമെന്നതാണ്. യാ അമീറൽ മുഅ്മിനീൻ അഹ്ലുൽ ഹറമൈൻ അഹ്ലുല്ലാഹി വജീറാനു റസൂലിഹി. മക്കക്കാരും മദീനക്കാരും, രണ്ട് ഹറമിലെ ആളുകളെ. അഹ്ലുല്ലാഹി അവർ അല്ലാഹുവിന്റെ ആളുകളാണ്, പരിശുദ്ധ മക്കക്കാർ. വജീറാനു റസൂലിഹി റസൂലുള്ളാഹിന്റെ അയൽവാസികളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർ. അതുകൊണ്ട് ഞാനിവിടെ വന്നത് മക്കക്കാരുടെയും മദീനക്കാരുടെയും പ്രശ്നങ്ങൾ പറയാനാണ്. മദീനക്കാരും മക്കക്കാരുമായ രണ്ട് ഹറമുകളുടെ ആളുകൾക്ക് അവരുടെ ഭക്ഷണം കിട്ടാതെ, റേഷൻ കിട്ടാതെ വിഷമത്തിലാണ്. നിങ്ങൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഉടനെ പറഞ്ഞു, നഅം അക്തുബു ലിഅഹ്ലിൽ മക്ക വൽ മദീന ലിഅഹ്ലി മക്ക വൽ മദീന ബിഅത്വായാഹും. ഓ, മക്കക്കാർക്കും മദീനക്കാർക്കും വേണ്ടതൊക്കെ ഞാൻ അയച്ചു കൊടുക്കാം. വഅർസാഖഹും ലിസന, ഒരു വർഷത്തേക്കുള്ള റേഷൻ ഞാൻ കൊടുത്തു വിടാണ്. ഹൽ മിൻ ഹാജത്തിൻ ഗൈറഹാ യാ അബാ മുഹമ്മദ്. മഹാനായ അത്വാ എന്നവരോട് അടുത്ത ചോദ്യം, അത്വാ എന്നവരെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടോ? ഒക്കെ പറയില്ല അവനവന്റെ കാര്യം. കാര്യപ്പെട്ട ഒരാളെ മുമ്പ് കിട്ടിയ എന്താ പറയാ? എന്റെ വീട് പണി, എന്റെ കുട്ടിന്റെ കല്യാണം, എന്റേത്. എന്നവർ ഇതുവരെ സ്വന്തം കാര്യം പറഞ്ഞിട്ടില്ല. അധികാരികളെ സമീപിക്കേണ്ടി വരുമ്പോൾ പറയേണ്ടത് എനിക്ക്, എന്റേത്, എന്റെ ആളുകൾക്ക് എന്ന് മാത്രമല്ല, ഒരു സമുദായത്തിന്റെ പൊതുവായ വിഷയമാണ് അവിടെ ചർച്ച വരേണ്ടത്. സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങള്. അടുത്ത ചോദ്യം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, നഅം, ഉണ്ട്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യാ അമീറൽ മുഅ്മിനീൻ അഹ്ലുൽ ഹിജാസി വ അഹ്ലു നജ്ദിൻ അസ്ലുൽ അറബ്. ഹിജാസികളായ ആളുകളും റിയാദിന്റെ പരിസര ഭാഗങ്ങൾക്കാണെന്ന് നജ്ദ് എന്ന് പറയാ. നജ്ദികളും അസ്ലുൽ അറബ്, അറബികളിലെ ഏറ്റവും തറവാടുത്തമുള്ള ആളുകളാണ്. വഖാദത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നായകന്മാരാണ്. തുറദ്ദു ഫീഹിം ഫുദൂലു സദഖാതിഹിം, അവരുടെ ദാനധർമ്മങ്ങളും സകാത്തിന്റെയും മിച്ചം വന്നത് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നജ്ദുകാരുടെ സകാത്തിന്റേത്, ഹിജാസുകാരുടെ സകാത്തിന്റെ മിച്ചം വന്ന സമ്പത്ത് വേറെ രാജ്യങ്ങൾക്കല്ല കൊടുക്കേണ്ടത്, അത് നജ്ദുകാർക്ക് തന്നെ കൊടുത്തേക്കണം. നഅം, ഓ ഞാൻ ചെയ്തേക്കാം. യാ ഗുലാം, ഓഫീസറെ വിളിച്ചിട്ട് പറയാൻ, മോനെ എഴുതി വെക്ക്. നജ്ദുകാരുടെയും അതുപോലെ ഹിജാസികളുടെയും പ്രശ്നമാണ് ഇപ്പൊ പറഞ്ഞത്. വീണ്ടും ചോദിച്ചു, ഹൽ മിൻ ഹാജത്തിൻ ഗൈരി ദാലിക യാ അബാ മുഹമ്മദ്. മഹാനായ അത്വായെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മഹാരാജാവിനെ കണ്ടുമുട്ടി, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, ഞാൻ പറഞ്ഞു 25 രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. 25 രാജ്യങ്ങൾ, പഞ്ചായത്തല്ല, നാട്. 25 രാജ്യങ്ങളുടെ ഭരണാധികാരി. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. യാ അമീറൽ മുഅ്മിനീൻ അഹ്ലുസ് സുഗൂർ, ഈ രാജ്യത്തിന്റെ ബോർഡറുകൾ സംരക്ഷിക്കുന്ന പട്ടാളക്കാർ. രാജ്യത്തിന്റെ പട്ടാളക്കാരോട് നമുക്ക് ബഹുമാനം വേണം.
ബഹുമാനം വേണം. അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. ഒരു രാജ്യത്തിന്റെ ബോർഡറുകൾ ഉറക്കം വിളിച്ച് കൊടും തണുപ്പില് കശ്മീരിന്റെ ബോർഡറുകളിൽ, രാജ്യത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ നാടിന് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന പട്ടാളക്കാർ ചെയ്യുന്ന സേവനങ്ങൾ നിസ്സീമമാണ്. അഹ്ലുസ്സുഗൂർ അന്നത്തെ പട്ടാളക്കാർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അതാ റളിയല്ലാഹു അൻഹു. ആരാണിതെന്നറിയുമോ? സയ്യിദു ഫുഖഹാഇ അഹ്ലിൽ ഹിജാസ്, ഹിജാസിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതാവ്, മക്ക കണ്ട ലോക പ്രശസ്തനായ ആലിം, താബിഈങ്ങളിൽ മഹാനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ദമസ്കസിലേക്ക് വന്ന് രാജാവിന്റെ മുമ്പിൽ വെക്കുന്ന വിഷയം സ്വന്തം മക്കളെ കെട്ടിക്കുന്ന വിഷയമല്ല. കൂരയിൽ താമസിക്കുന്ന അതാ റളിയല്ലാഹു അൻഹു എനിക്കൊരു വീട് വേണം എന്ന ഒരു ചോദ്യമല്ല ചോദിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്കുള്ള ശമ്പളമല്ല ചോദിക്കുന്നത്, വരുമാനമല്ല ചോദിക്കുന്നത്. അഹ്ലുസ്സുഗൂർ അമീറുൽ മുഅ്മിനീനെ അൽ മുറാബിതൂൻ, ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നൽകാൻ, ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ആയുധമേന്തി നിൽക്കുന്ന പട്ടാളക്കാർ. യഖ്ഫൂന ഫീ വുജൂഹി അദുവിക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ മുഖത്താണ് അവർ നിൽക്കുന്നത്. വയഖ്തുലൂന മൻ ഖസദഹും ബിശർരിൻ, രാജ്യത്തിന് ഉപദ്രവം ചെയ്യാൻ വരുന്ന ആളുകളെ കൊല ചെയ്യുന്നവരാണവർ. അതുകൊണ്ട് തജ്രീ അലൈഹിം അർസാഖുഹും തദിറുഹാ അലൈഹിം, ആ പട്ടാളക്കാർക്ക് നിങ്ങൾ മാന്യമായ ഭക്ഷണം കൊടുക്കണം, മാന്യമായ വേതനം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഫഇന്നഹും മിൻ ഹലകു, പട്ടാളക്കാരെങ്ങാനും അവരുടെ ആത്മധൈര്യം ചോർന്നു പോവുകയും അവർക്കാവശ്യമായ സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ അവരുടെ ജോലി നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ രാജ്യത്തിന്റെ ബോർഡറുകൾ പിന്നീട് ശത്രുക്കൾ പിടിച്ചടക്കും. അതുകൊണ്ട് പട്ടാളക്കാർക്ക് ആവശ്യമായത് മുഴുവൻ കൃത്യമായും നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അമീറുൽ മുഅ്മിനീനെ ഞാനൊന്ന് പറയുകയാണ്. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് പറക്കാൻ തുടങ്ങി. രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി നോക്കിക്കാണുന്ന വിഷയങ്ങളാണ്, ഒരു രാജ്യത്തിന്റെ വിഷയങ്ങളാണ് മഹാപണ്ഡിതൻ ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ, അപേക്ഷകളെ ഉടനെ തന്നെ പാസ്സാക്കുന്നു. തീർച്ചയായും അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊടുക്കാൻ പോകുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നാലാമത്തെ ചോദ്യമാണിത്. ഹൽ മിൻ ഹാജത്തിൻ ഗൈരിഹാ യാ അബാ മുഹമ്മദ്, മക്കയുടെ പ്രഗൽഭനായ പണ്ഡിതനെ നിങ്ങൾക്കിനി എന്താണ് പറയാനുള്ളത്? നഅം, ഉണ്ട്. യാ അമീറൽ മുഅ്മിനീൻ അഹ്ലു ദിമ്മതികും ലാ യുകല്ലഫൂന മാ ലാ യുതീഖൂൻ. നോക്കണം, മുസ്ലിമേതര ആളുകൾ, ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവർ ജീവിക്കുന്നുണ്ട് അവിടെ. അവരെയാണ് അഹ്ലു ദിമ്മ എന്ന് പറയുന്നത്. ദിമ്മത്തുകാര്, അഹ്ലു ദിമ്മ. മുസ്ലിമല്ലാത്ത നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മളുടെ സഹോദരങ്ങളായി ജീവിക്കുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും മതമുള്ളവരും മതമില്ലാത്തവരും. ലാ യുകല്ലഫൂന മാ ലാ യുതീഖൂൻ, അവർക്ക് സാധിക്കാത്തത് അവരോട് ചെയ്യാൻ പറയരുത്. നോക്കണം, ഒരു സമുദായത്തിലെ നോൺ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് വേണ്ടി രാജാവിന്റെ മുമ്പിൽ പോയി സംസാരിക്കുന്നത് മഹാനായ അതാ റളിയല്ലാഹു അൻഹു. ഞങ്ങൾക്ക് എനിക്ക് എന്ന വാക്കവിടെ മാറ്റിവെച്ചിട്ട് പൊതുജനങ്ങൾക്ക്, അധികാരികളെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. പൊതുജനങ്ങളുടെ വിഷയമാണ് അവതരിപ്പിക്കേണ്ടത്. എനിക്കും എന്റെ കൂട്ടക്കാർക്കും വല്ലതും ചെയ്തു തരുന്നുണ്ടോ? ഇതല്ല ഇവിടെ വിഷയം. രാജ്യത്തിന്, നാടിന് ഇങ്ങനെ ചിന്തിക്കണമെന്ന് വളരെ ആഴത്തിൽ പഠിപ്പിക്കുകയാണ് അതാ റളിയല്ലാഹു അൻഹു. ഇതാണ് പണ്ഡിതന്മാരുടെ യഥാർത്ഥ മുഖം. പണ്ഡിതന്മാർ ഇങ്ങനെയായിരിക്കും. ഇവിടെ സംസാരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല. അഹ്ലുൽ ദിമ്മ, ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമേതര ജനസമുദായങ്ങളുണ്ട്. അവർക്ക് കഴിയാത്തത്, ചെയ്യാൻ കഴിയാത്തത് അവരെ ഏൽപ്പിക്കരുത്. ലാ യുകല്ലഫൂന മാ ലാ യുതീഖൂൻ, അവർക്ക് ചെയ്യാൻ കഴിയാത്തത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കാരണം ഫഇന്നമാ തജ്ബൗനഹു മിൻഹും മഊനത്തുൽ ലക്കും അലാ അദുവിക്കും, അവർ രാജ്യത്ത് ജീവിക്കാൻ ചുങ്കം കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ ചുങ്കം കൊടുക്കുന്നത്? മുസ്ലിമേതര സമുദായ വിശ്വാസികളായ ആളുകൾ മുസ്ലിം രാജ്യത്ത് താമസിക്കുമ്പോൾ അവരൊരു ചെറിയ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. എന്തിനാണ് ഈ ടാക്സ് എന്നറിയോ? ഇത് എന്താണെന്ന് മനസ്സിലാവാതെ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. എന്തിനാണ് ജിസിയ? എന്താണ് ജിസിയ എന്ന് പറഞ്ഞാൽ,
മുസ്ലിമീങ്ങളായ പട്ടാളക്കാർ നിങ്ങൾക്ക് സംരക്ഷണം തരും, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് താമസിക്കാം, പക്ഷേ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല. ഈ രാജ്യത്തൊരു യുദ്ധം വന്നാൽ, ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ ആ മുസ്ലിം രാജ്യത്തിന്റെ ഭരണാധികാരി യുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ എല്ലാ മുസ്ലിം ചെറുപ്പക്കാരും എല്ലാ പുരുഷന്മാരും ആ ധർമ്മസമരത്തിന് വേണ്ടി അവർ പുറത്തിറങ്ങിയിരിക്കണം. ശമ്പളത്തിനല്ല, അവരുടെ പൗരധർമ്മമാണത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ പോലും മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് യുദ്ധത്തിന് വരേണ്ടതില്ല, മുസ്ലിം അല്ലാത്ത പുരുഷന്മാർക്ക് വീടുകളിൽ ഇരുന്നാൽ മതി. ആ ഒരു സൗകര്യത്തിന് പകരമാണ് ജിസിയ കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്. അവർക്ക് ജീവിക്കാനുള്ള സുരക്ഷിതത്വം കൊടുക്കും, എല്ലാവിധ സംഭവങ്ങളും അവർക്ക് ആവശ്യമായത് നൽകും. പകരം ഒരു ടാക്സ് കൊടുക്കണം. എന്തേ? അവർ യുദ്ധം ചെയ്യേണ്ടതില്ല, മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് വരേണ്ടി വരും. അവിടെ പിന്നെ ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല, അത് പൗരധർമ്മമാണ്. മുസ്ലിമേതര ആളുകൾക്ക് അത് നിർബന്ധമല്ല, മുസ്ലിമേതര ആളുകൾ അത് ചെയ്യേണ്ടതില്ല. അതിന് പകരമാണ് ഈ ചുങ്കം എന്ന് പറയുന്ന ഈ ടാക്സ് കൊടുക്കുന്നത്. അതിലെന്താണ് ഇത്ര വിരോധം? ജീവൻ കൊടുക്കാൻ പോകുന്ന ഒരു സമുദായം അവർക്ക് വേണ്ടിയുണ്ട്. ആ ചോരക്ക് പകരം ഒരിച്ചിരി അവരുടെ സമ്പത്തിൽ നിന്നൊരു ടാക്സ് കൊടുക്കണം. ഇതിനെയൊക്കെ ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ അമുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്തു എന്നാണോ പറയേണ്ടത്? അതല്ല, മുസ്ലിം ഭരണാധികാരികൾക്ക് പറയാമായിരുന്നു, നിങ്ങൾ ഒരു ചുങ്കവും തരണ്ട, ഇവിടെ യുദ്ധം വന്നാൽ നിങ്ങൾ മുന്നണി പോരാളികളായി മുമ്പിൽ വേണമെന്ന് പറഞ്ഞാൽ അവർ വരാൻ കടപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇസ്ലാമിൽ അത് നിയമമില്ല, മുസ്ലിമാണത് ചെയ്യേണ്ടത്. അല്ലാത്തവരുടെ നിന്നാൽ മതി, വീട്ടിലിരുന്നാൽ മതി. യുദ്ധം നടന്നാൽ പോലും അവർ വീട്ടിലിരുന്നാൽ മതി. അതിനു പകരം രാജ്യം കൊടുക്കുന്ന സുരക്ഷയ്ക്ക് പകരമാണ് അവർ കൊടുക്കുന്ന ടാക്സ്. ഇത് മനസ്സിലാക്കിയാൽ എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ സംവിധാനങ്ങൾ എന്ന് ബോധ്യപ്പെടും. മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന മഹാ അധികാരിയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞ 5ാമത്തെ വിഷയമാണിത്. രാജാവേ, ഈ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിം അല്ലാത്ത ആളുകൾ, അവർക്ക് പ്രയാസമുള്ള ഒരു നിയമവും ഇവിടെ കൊണ്ടുവരരുത്, അവരെ ബുദ്ധിമുട്ടാക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. ഈ പാരമ്പര്യമാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചത്. ഈ പാരമ്പര്യമാണ് മുസ്ലിമീങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതാണ് ഇസ്ലാം അധികാരം കിട്ടിയപ്പോൾ ചെയ്തത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ത്രഷോൾഡിൽ നിന്നുകൊണ്ട് ആ ഒരു ഉമ്മറപ്പടിയിൽ നിന്നിട്ട്, മാ ദുന്നുകും അന്നീ ഫാഇലും ബികും, മക്കക്കാരെ, നിങ്ങളെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് എന്നെ പറ്റി വിചാരിക്കുന്നത്? 60,000-ഓളം വരുന്ന ശത്രുക്കളോടാണ് 10,000 ആയുധധാരികളായ ആളുകൾ കൂടെ ഉണ്ടായിരിക്കെ മുത്തുനബി തങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്. നബി തങ്ങൾ അവിടെ വിക്ടോറിയസ് ആണ്, തങ്ങളുടെ വിജയഭേരി വരിച്ചിരിക്കുകയാണ്. പ്രവാചകർ അവിടെ ജയിച്ചിരിക്കുകയാണ്. മക്ക നഗരം ഹബീബിന്റെ കയ്യിലാണ്. ഒരു വിരലനക്കിയാൽ സ്വഹാബിമാരെ ചുട്ടുകൊന്നവർ അവിടെയുണ്ട്, സ്വഹാബിമാരെ തല്ലിക്കൊന്നവരവിടെയുണ്ട്. സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് ചുട്ടുപഴുത്ത കുന്തം ഇറക്കി വെച്ചവരവിടെയുണ്ട്. ആ ക്രൂരന്മാരായ ആളുകൾ, അങ്ങനെ പല്ലിളിച്ച് ചിരിച്ചവരെ, പാവപ്പെട്ട ആളുകളെ വിശ്വാസത്തിന്റെ പേരിൽ അറുകുല ചെയ്ത ആളുകൾ മുഴുവനും ജീവിച്ചിരിക്കെ അവരോടാ നബി തങ്ങൾ ചോദിച്ചത്, എന്റെ കയ്യിൽ ഇപ്പോൾ അധികാരമുണ്ട്, നിങ്ങൾ എന്റെ കീഴിലാണ്, ഞാനാണ് അധികാരി. മാ ദുന്നുകും അന്നീ ഫാഇലും ബികും. ഹിജ്റയുടെ 8ാം വർഷം ഹബീബിന്റെ പ്രഖ്യാപനമാണിത്. ഞാൻ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് എന്നെ പറ്റി വിചാരിക്കുന്നത്? നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്ന വിചാരിക്കുന്നത്? അധികാരത്തിലേറിയാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മനുഷ്യന്റെ മനസ്സുകൾക്കിടയിൽ വെറിയും നെറിയും ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ ഓർക്കണം. ഇസ്ലാമിന്റെ പാരമ്പര്യം ഒന്ന് പഠിക്കണം. മുത്തുനബി തങ്ങളാണ് അവിടെ ചോദിച്ചത്. പ്രവാചകൻ, ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ നാമം ഉരിയിടാതെ 5 നേരത്തെ വാങ്ക് സ്വഹീഹാകില്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ നിസ്കാരം സ്വഹീഹാവില്ല. ആ പ്രവാചകരുടെ പരിശുദ്ധ സ്നേഹം ഹൃദയത്തിലില്ലെങ്കിൽ അവന് വിശ്വാസത്തിന്റെ മധുരമില്ല എന്ന് പറഞ്ഞ ഹബീബുന, നമ്മുടെ കണ്ണുലുണ്ണിയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലയോ, മാ ദുന്നുകും അന്നീ ഫാഇലും ബികും? അവരുടെ മറുപടി വന്നു, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം. നിങ്ങൾ മാന്യനായ ഒരു സഹോദരനാണ്, മാന്യനായ ഒരു സഹോദരന്റെ നിങ്ങൾ മകനാണ് എന്ന് മുത്തുനബി തങ്ങളെ അവർ മുഖപ്രശംസ നടത്തി. ഹബീബുന തങ്ങൾക്ക് മുത്തുനബി തങ്ങളെ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരാണവരെ.
മുത്തുനബി തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് കെട്ടും കെട്ടി ഓടിച്ചിട്ടുണ്ട്. ഹബീബിനെയും അവിടുത്തെ അനുയായികളെയും സ്വഹാബിമാരെ അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഹിജ്റയുണ്ടാകുന്നത്. അങ്ങനെ നാടുവിടാൻ നിമിത്തമായത് മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. അവരെ ഏത് വിധം വേണമെങ്കിലും ശിക്ഷിക്കാനുള്ള അധികാരവും സാഹചര്യവും കയ്യിലുണ്ടായിട്ട് ലോകത്തിന്റെ ഗുരു എന്താണ് അവരോട് പറഞ്ഞത് എന്ന് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം കെട്ടിവെക്കുന്ന ആളുകളൊന്ന് പഠിച്ചു നോക്കണം. ഈ ഒരൊറ്റ സംഭവം. പ്രവാചകനാണ് നമ്മുടെ മാതൃക. അവിടുത്തെ സച്ചരിതരായ പിൻഗാമികളും. എന്താണ് പ്രവാചകന്റെ മറുപടി വന്നത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. എൻ്റെ സഹോദരനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം മഹാനവറുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ 10 സഹോദരന്മാർ മുമ്പിൽ വന്നപ്പോൾ കൂടെയുള്ള 11ാമത്തെ ബെന്യാമീൻ എന്നിവരും കൂടെയുണ്ട്. ആ കൊലയാളികളായി മാറുമായിരുന്ന സ്വന്തം ചോരയുള്ള ആ 10 ജ്യേഷ്ഠന്മാരോടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് ചോദിച്ചുവല്ലോ. അവര് ഈജിപ്തിന്റെ ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടപ്പോ റേഷൻ വാങ്ങിക്കാൻ മദീനയിൽ നിന്ന് വന്ന തന്റെ സ്വന്തം സഹോദരങ്ങളോട് യൂസുഫിനെ അറിയുമോ? എന്നോ മരിച്ചുപോയല്ലോ യൂസുഫ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ യൂസുഫ് മരിച്ചുപോയല്ലോ. ആ കിണറ്റിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇല്ല, അന യൂസുഫ് വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബെന്യാമീനല്ലയോ? അവരുടെ കണ്ണുകൾ തള്ളുകയാണ്. സ്വന്തം കരങ്ങളെ കൊണ്ട് ആരാണോ ഒരു കൊച്ചു സഹോദരനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞത്, ആ കൊച്ചു സഹോദരനാണ് വളർന്നു വലുതായി ഭരണാധികാരിയായി സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആ കാഴ്ചയിൽ പരിഭ്രമിച്ചു പോയപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവനെല്ലാം പുറത്തു കൊടുക്കുന്നവനാണല്ലോ. ആ മറുപടിയാണ് എൻ്റെ സഹോദരൻ യൂസുഫ് നബി സ്വന്തം ക്രൂരന്മാരായ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞ മറുപടിയാണ്. മക്കക്കാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, നിരുപാധികം മാപ്പ്. ഇങ്ങനെ ഒരു പബ്ലിക് ആംനസ്റ്റി അധികാരം കയ്യിലുണ്ടായിരിക്കെ ചെയ്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന മുസ്ലിം പേരുള്ള യുക്തിവാദികളായ ആളുകളെ, പ്രവാചകൻ തങ്ങളെ മക്കായിൽ പീഡനങ്ങൾക്ക് വിധേയമായി അന്ന് ശക്തിയില്ലാത്തതിന്റെ പേരിൽ എന്ന് പറയുകയും എന്നാൽ ശക്തി സംഭരിച്ചപ്പോൾ യുദ്ധം ചെയ്തു എന്ന് മദീനയിൽ നടന്ന പ്രതിരോധ സമരങ്ങളെ ഹബീബായ നബി തങ്ങൾ ചെയ്ത അഗ്രഷനാണ് എന്ന് ആരോപിക്കുന്ന മുസ്ലിം പേരുള്ള മുസ്ലിം ഉമ്മമാർക്ക് വാപ്പമാർക്ക് ജനിച്ചിട്ടുള്ള യുക്തിവാദികളായ ആളുകളോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, അങ്ങനെയായിരുന്നു സംഭവമെങ്കിൽ മക്കായിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഹബീബായ നബി തങ്ങൾക്ക് അധികാരം കയ്യിൽ കിട്ടിയതിന് ശേഷം അത് ചെയ്തുകൂടായിരുന്നോ? ഹബീബായ നബി തങ്ങൾക്ക് അവിടെ വലിയൊരു മസാക്കർ, അവിടെ കൂട്ടക്കൊല ചെയ്യാൻ കഴിയും. സ്വന്തം ശത്രുക്കളാണ്, ക്രിമിനലുകളാണ് മുമ്പിലുണ്ടായിരുന്നത്. അവരോട് മാപ്പ് കൊടുത്തു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമീറുൽ മുഅ്മിനീൻ, നഅം യാ അമീറുൽ മുഅ്മിനീൻ, അത്വാ എന്നവരെ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് ഉന്നയിക്കുന്ന അടുത്ത ആവശ്യം, അമീറുൽ മുഅ്മിനീനെ, മുസ്ലിമല്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, മുസ്ലിമല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ഉപദ്രവമുള്ള ഒന്നും ചെയ്തേക്കരുത്, അവർക്ക് പ്രയാസമുള്ള ഒരു നിയമവും കൊണ്ടുവന്നേക്കരുത്, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്. ഇത് പറയാനാണ് 2000-ലേറെ കിലോമീറ്ററുകൾ കഴുതപ്പുറത്ത് ഞാൻ യാത്ര ചെയ്തു വന്നത് മക്കയിൽ നിന്ന് ഡമസ്കസിലേക്ക്. ആലോചിക്കണം, ഒരു ചെറിയ യാത്രയല്ലത്. ഇവിടുന്ന് കോഴിക്കോട് പോയതല്ല, മക്കയിൽ നിന്ന് ഡമസ്കസിലേക്ക് 2000-ഓളം കിലോമീറ്ററുകൾ മഹാനായ അന്നവരെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വന്ന് ഒരു രാജാവിന്റെ മുമ്പിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് രാജാവിന്റെ അധികാരിയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു കൊടുത്ത ആവശ്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊരു ഇസ്ലാമിന്റെ ഒരു ഗ്ലോബൽ മിഷനുണ്ട്, ഇസ്ലാമിന്റെ ഒരു അന്തർദേശീയ കാഴ്ചപ്പാടുണ്ട്. ഈ ദീനിന്റെ ആശയങ്ങളെ യഥാവിധം മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആളുകൾ ഈ ദീനിന്റെ പേരിൽ തീവ്രവാദ ആരോപണങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമ്മളതിൽ ഖേദിക്കുകയാണ്.
പഠിക്കാതിരിക്കുന്ന ആളുകള് ജ്ഞാനമില്ലാത്തതിന്റെ പേരിൽ, അറിവില്ലാത്തതിന്റെ പേരിൽ, തെറ്റിദ്ധാരണയുടെ പേരിൽ, മതം പഠിക്കാത്തതിന്റെ പേരിൽ ഉണ്ടായി വെച്ച ഈ ദുരവസ്ഥയിൽ നിന്ന് ഉമ്മത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരുന്നുണ്ട് ആളുകൾക്ക്. വിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ ഈ സത്യങ്ങൾ ആർക്ക് ലോകത്ത് മുടിവെക്കാൻ കഴിയും? ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് പറഞ്ഞ വാക്കാണിത്. യാ ഗുലാം ഉക്തുബ് ലി അഹ്ലി ദിമ്മ ബിഅല്ലാ യുകല്ലഫു മാ ലാ യുതീഖൂൻ. വിവിധങ്ങളായ മതങ്ങൾ വെച്ച് വിശ്വസിക്കുന്നവരെ, ഈസാ നബിയെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെ കൂട്ടത്തിലുണ്ട്, മതമില്ലാത്തവരുണ്ട്, തീ ആരാധകരുണ്ട്, ബഹുദൈവ ആരാധകരുണ്ട്. അവർക്കാർക്കും പ്രയാസപ്പെടുത്തുന്നതൊന്നുമേ ഒരു നിയമത്തിലും വരാൻ പാടില്ല എന്ന് സ്വന്തം നിയമം നടപ്പാക്കി പ്രഖ്യാപിക്കുകയാണ് തങ്ങളുടെ മുമ്പിൽ. എന്നിട്ട് അവസാനത്തൊരു ചോദ്യം ചോദിച്ചു. ഹല്ലക മിൻ ഹാജത്തിൻ ഗൈരിഹാ യാ അബാ മുഹമ്മദ്. അധികാരത്തിന്റെ പിന്നിലെ അധികഭാരമാണ് നമ്മുടെ വിഷയം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അബൂ മുഹമ്മദേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ തങ്ങളുടെ മറുപടി വന്നു. നഅം യാ അമീറൽ മുഅ്മിനീൻ, എനിക്ക് ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഇത്തഖില്ലാഹ ഫീ നഫ്സിക യാ അമീറൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ നേതൃത്വം ഏറ്റെടുത്തവനെ, രാജാവേ, ഇത്തഖില്ലാഹ ഫീ നഫ്സിക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ. ഇങ്ങനെ ഒരു വാക്ക് മുതലാളിമാരായ ആളുകളുടെ വാതിലുകൾ മുട്ടുകയും അവരോട് യാചിച്ച് കെഞ്ചിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ദീനിന്റെ പേരിൽ നമ്മൾ നടത്തുന്ന എന്തെല്ലാം ഏർപ്പാടുകളുണ്ടോ, ഏതെങ്കിലും ഒരു മുതലാളിയോട് നിങ്ങൾ ചെയ്യുന്ന ഈ ഏർപ്പാട് ഹലാലല്ല, അള്ളാഹ്ക്ക് പൊരുത്തമില്ല, ഇത് നിങ്ങൾ നിർത്തേണ്ടതാണെന്ന് പറയാനുള്ള ചെങ്കൂറ്റമെങ്കിലും നമ്മൾ കാണിക്കാറുണ്ടോ? ഭരണാധികാരികളോട് പോകട്ടെ, കൂടെയുള്ളവരോട്. ഇത്തഖില്ലാഹ ഫീ നഫ്സിക യാ അമീറൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീനെ, 4 കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അവസാനമായി നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. വഅലം, നിങ്ങൾക്ക് ഓർമ്മ വേണം, അന്നക ഖുലിഖത വഹദക, നിങ്ങളെ പ്രസവിക്കപ്പെടുന്നത് ഒറ്റക്കാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റക്കാണ് ഇങ്ങോട്ട് പുറത്തു വന്നത്. വതമൂതു വഹദക, നിങ്ങൾ മരിക്കുമ്പോഴും ഒറ്റക്കായിരിക്കും. വതുഹ്ശറു വഹദക, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒറ്റക്കായിരിക്കും. ഹിഷാമേ, ഓർമ്മ വേണം. വതുഹാസബു വഹദക, ഇന്ന് നിങ്ങളുടെ കൂടെ പരിവാരങ്ങളുണ്ട്, മന്ത്രിമാരുണ്ട്, നിങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നാളെ അല്ലാഹു നിങ്ങളെ വിചാരണക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വഹദക, ഹിഷാമേ, നിങ്ങൾ ഒറ്റക്കായിരിക്കും. ഓർമ്മ വേണം. വലാ വല്ലാഹി മാ മഅക മിമ്മൻ തറാ അഹദുൻ, നിങ്ങളുടെ കൂടെ എന്തിനും കൈയടിക്കാനുള്ള ആളുകൾ, എന്ത് പറഞ്ഞാലും ശാബാഷ് പറയാനുള്ളവർ, എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ശബ്ദമുയർത്താൻ കഴിയുന്ന നിങ്ങളുടെ കൂടെയുള്ള ഒരാളുമേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഹിഷാമേ, ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഫഅഖബ്ബ ഹിഷാമുൻ യൻകുതു ഫിൽ അർളി വഹുവ യബ്കി, മുഖം മണ്ണിൽ വെച്ച് പൊട്ടിക്കരയുകയായിരുന്നു 25 രാജ്യങ്ങളുടെ ഭരണാധികാരി ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ചെയ്തത്. മുഖം നിലത്ത് കുത്തി അദ്ദേഹം കരയാൻ തുടങ്ങി, കൊച്ചുകുട്ടി കരയുന്ന പോലെ കരയാൻ തുടങ്ങി. ഫഖാമ അതാ എന്നവർ എഴുന്നേറ്റ് പോരുന്നു. മഹാനായ അതാ എന്നവരുടെ കൂടെ കടന്ന ഉസ്മാൻ ഇബ്നു അതാഉൽ ഖുറാസാനിയുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പയുണ്ട്, അവരും കൂടെ നടന്നു വന്നു. അങ്ങനെ രാജാവിന്റെ പടിവാതിൽ കടന്നു പോരുമ്പോ ഒരാളുണ്ട് പിന്നാലെ ഓടി വരുന്ന, ഒരു കീസ് നിറയെ സാധനമുണ്ട്, എന്താണെന്നറിയില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്ന അമീറൽ മുഅ്മിനീൻ ബഅസ ലക ഹാദാ, പിന്നെ രാജാവ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞ സമ്മാനമാണിത്. അദ്ദേഹത്തിന്റെ മറുപടി വന്നു, ഹൈഹാത്ത്, എന്താണിത്? വമാ അസ്അലുകും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, ഞാൻ ഈ പറഞ്ഞതിനെ കൂലി വാങ്ങാൻ ഉദ്ദേശിച്ചവനല്ല. വമാ അസ്അലുകും അലൈഹി മിൻ അജ്ർ, നിങ്ങൾ എനിക്ക് വേതനം തരേണ്ടതില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എനിക്ക് തരാനുള്ള കൂലി അല്ലാഹു തരും. ഞാൻ ഈ പറഞ്ഞതിന് എനിക്ക് നിങ്ങൾ കാശ് തരികയോ? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മഹാനായ അതാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ദഖല അലൽ ഖലീഫ വഖറജ മിൻ ഇൻദി വലം യശ്റബ് ഖത്റത മാ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ
കുടിക്കാതെയാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ പാലസിലേക്ക് കയറിയത്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് തിരിച്ചിറങ്ങിയത്. കൊണ്ടുപോയി സമ്മാനം കൊടുത്തപ്പോ ഇതെനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോളൂ, ഇത് എന്റെ കൂലി അല്ലാഹു തരും, ഇതിന് കാശ് വാങ്ങാൻ ഞാൻ ചെയ്തതല്ല എന്ന് കൊടുത്തയച്ച സമ്മാനങ്ങളെ തിരിച്ചു പറഞ്ഞയച്ചു. അധികാരികളെ സമീപിക്കുമ്പോൾ എങ്ങനെയാവണം? അധികാരികളുടെ മുഖത്ത് നോക്കി എല്ലാറ്റിനും മോശാനം പറയുന്ന ആളുകൾ അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ കൂടെയുള്ളവർക്ക് ധർമ്മമുണ്ട്, കൂടെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. സമുദായത്തിന്റെ മൊത്തം വിഷയങ്ങൾ ഒരു രാജാവിനെ, ഭരണാധികാരിയെ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവനവന്റെ കാര്യമല്ല നടത്തേണ്ടത്. പണ്ഡിതന്മാർ പ്രത്യേകിച്ചും സമുദായത്തിന്റെ വിഷയത്തിനാണ് അവർ സംസാരിക്കേണ്ടത്. ഈ തരത്തിലുള്ള നൂറുകണക്കിന് മസ്അലകൾ ലോക മനുഷ്യരെ പഠിപ്പിക്കുകയാണ് അത്വാ ഇബ്നു അബീ റബാഹ് എന്ന് പറയുന്ന സയ്യിദ് ഫുഖഹാഇ അഹ്ലിൽ ഹിജാസ്. ഹിജാസ് കണ്ട ഫുഖഹാക്കളുടെ നേതാവായി വാണ മക്കയിലെ പ്രഗൽഭനായ ഹറമിലെ ഇമാമായിരുന്ന മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് അൽ ഖുറാസാനി റളിയല്ലാഹു തആല അൻ. ഇതാണ് ഇസ്ലാമിക ലോകത്തിന്റെ അധികാരത്തിന്റെ ചിത്രം. എത്രയോ സംഭവങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ വീക്ഷണങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആവർത്തിക്കുകയല്ല. ഖലീഫ മൻസൂർ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു എന്ന ലോക പ്രശസ്തനായ ഫിഖ്ഹിന്റെ പണ്ഡിതനായ അൽ ഇമാമുൽ അഅ്ളം എന്ന് പൊതുവെ പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ഇമാം എന്നറിയപ്പെടുന്നത് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ആ മഹാനായ പണ്ഡിതനെ ഖലീഫ മൻസൂർ എഴുതി കൊടുത്തു. ഖലീഫ മൻസൂറിന്റെ രേഖ വന്നു. ആ രേഖയിലുള്ളത് അബൂ ഹനീഫ തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ 30,000 ദിർഹം നിങ്ങൾക്ക് ഗഡുവായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. 30,000 ദിർഹം, 30,000 ദിർഹം, 30,000 വെള്ളി നാണയങ്ങൾ. അബൂ ഹനീഫ എന്ന മഹാനായ പണ്ഡിതന്, മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കച്ചവടം ചെയ്ത പണ്ഡിതനാണ്, കച്ചവടക്കാരനാണ്, ടെക്സ്റ്റൈൽസ് ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ കച്ചവടത്തിൽ വഞ്ചന ചെയ്യാതിരുന്നവരെ, കച്ചവടം കൊണ്ട് എങ്ങനെയാണ് ഫിഖ്ഹ്, എങ്ങനെയാണ് സ്വറഅ്, എങ്ങനെയാണ് ഇഖ്ലാസോടുകൂടെ കച്ചവടം ചെയ്യേണ്ടത് എന്ന് ലോക മനുഷ്യരെ പഠിപ്പിക്കാൻ വന്ന പ്രഗൽഭനായ പണ്ഡിതൻ, ഇറാഖ് കണ്ട ലോക പ്രശസ്തനായ പണ്ഡിതൻ. പിതാവും കുടുംബവും അഫ്ഗാനികളാണ്. പക്ഷേ ഇറാഖിൽ താമസമായ മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി 30,000 രാജാവിന്റെ വക ഖലീഫ മൻസൂറാണ് എഴുതിയിട്ടുള്ളത്. രാജാവിന്റെ വക 30,000. ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയല്ല ഉണ്ടായത്. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലൊന്ന് ആലോചിച്ചു പോയി, പടച്ചവനെ, ഇത് മുസ്ലിമീങ്ങളുടേത്, ഇത് പൊതുസമ്പത്താണ്, പൊതുസമ്പത്ത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും, ഇത് എങ്ങനെ വേണ്ടെന്ന് പറയും? അന്നത്തെ രാജാക്കന്മാർ എന്തെങ്കിലും നിരസിക്കുമ്പോഴേക്കും അത് ഒരു പാപമായി കാണുന്നവരാണ്. എങ്ങനെയാണ് ഇത് വേണ്ടെന്ന് പറയുക? ഒരു ഹീലത്ത് വേണം, ഒരു എന്തെങ്കിലും ടെക്നിക്ക് വേണം, ഒരു സ്ട്രാറ്റജി വേണം, ഒരു ട്രിക്ക് വേണം. എന്ത് ചെയ്യും ഇവിടെ? മഹാനായ അമീറുൽ ഫുഖഹാഇന്റെ അമീറായ മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭരണാധികാരി ഖലീഫ മൻസൂറിന് നന്ദിവാചകം പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ. ഇവിടുന്ന് അത് വരുന്നത് ഡമസ്കസിൽ നിന്ന്. ഡമസ്കസ് ആണ് അന്ന് ഇസ്ലാമിന്റെ അധികാര കേന്ദ്രം. ഒരു കാലത്ത് അത് മദീനയായിരുന്നു, പിന്നെ ഇറാഖിലെ കൂഫയായിരുന്നു, പിന്നീട് ഷാമിലെ ഡമസ്കസ് ആയിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഡമസ്കസിലാണ്. അബൂ ഹനീഫ തങ്ങൾ ബഗ്ദാദിലുമാണ്, ഇറാഖിലെ. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഇന്നി ബി ബഗ്ദാദ ഗരീബ്. പിന്നെ ഞാൻ ബഗ്ദാദിൽ ഒറ്റക്കല്ലേ, ഞാൻ ബഗ്ദാദിൽ ഒറ്റക്കാണ്. ഇത്രയും വരുന്ന കാശ് വെക്കാൻ എന്റെ വീട്ടിൽ സ്ഥലമില്ല. അതുകൊണ്ട് ഇതിപ്പോ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ കിടക്കട്ടെ. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആവശ്യമുള്ള തുക ചോദിക്കാം. ഇങ്ങനൊരു 30,000 ദിർഹമൊന്നും എന്റെ അടുത്ത് കൊടുത്തയക്കല്ലേ. അതിപ്പോ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ വെച്ചേക്കണം. എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചേക്കാം. അപ്പൊ മൻസൂർ രാജാവ് പറഞ്ഞു, ശരിയാവട്ടെ, അങ്ങനെയാവട്ടെ. അന്നത്തെ ഖലീഫ മൻസൂർ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ആ സമ്പത്തിൽ നിന്ന് ഒരു ദിർഹം പോലും മഹാനവറുകൾ വാങ്ങിയിട്ടില്ല. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചു എന്ന വിവരം ഡമസ്കസിലേക്ക് ലഭിക്കുന്നു. മഹാനായ അബൂ ജഅഫർ മൻസൂർ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഖദഅനാ അബൂ ഹനീഫ, ഖദഅനാ അബൂ ഹനീഫ. അബൂ ഹനീഫ തങ്ങൾ നമ്മളെ വഞ്ചിച്ചല്ലോ.
നമ്മളെ വഞ്ചിച്ചു കളഞ്ഞല്ലോ. എന്താണ് ഈ വഞ്ചിക്കുക എന്ന് പറഞ്ഞത്? 30,000 കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചല്ലോ. അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചല്ലോ. മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ വെച്ചാൽ മതി, ഞാൻ ആവശ്യമുള്ളപ്പോൾ എടുത്തേക്കാം എന്ന് പറഞ്ഞ് ആ സംഭവം സ്വീകരിക്കാതെ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് ഖലീഫ മൻസൂർ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അബൂ ജഅഫറുൽ മൻസൂർ. ഇതെന്താണ് ഈ പറയുന്നത്? ഒരാളും അന്യായമായ സ്വത്തുക്കളിലേക്ക് കണ്ണുവെക്കരുത്. തന്റേതല്ലാത്തത് എനിക്ക് വേണമെന്ന് കൊതിയൂറരുത്. അന്യന്റെ സമ്പത്ത് കാണുമ്പോൾ അതെനിക്ക് വേണം. പേപ്പറുകൾ ഉണ്ടാക്കാനാണോ വല്ല പണിയുള്ളത്? എന്തെല്ലാം ഫോർജഡ് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കാൻ കഴിയും. മനുഷ്യന്മാരുടെ സ്വത്തുക്കളെ, കുടുംബങ്ങൾ പോലും, ഉമ്മയുടെ വാപ്പയുടെ സ്വത്ത്, ജ്യേഷ്ഠനുജന്മാർ, പെങ്ങന്മാര്, സ്വന്തം കൂട്ടുകാര്, സ്വന്തം ബന്ധുക്കള്, പരസ്പരമുള്ള ശത്രുതകൾക്കൊക്കെ കാരണമായത് സമ്പത്തിന്റെ പേരിലല്ലേ? സമ്പത്തിന്റെ പിന്നാലെയല്ലേ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, പിണങ്ങിയത്, കണ്ടുകൂടായ്മ ഉണ്ടായത്, കാണാനും സംസാരിക്കാനും അവസരങ്ങൾ പോലും ഇല്ലാതെയായത് സമ്പത്തിന്റെ പേരിൽ. മുത്തുനബി ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് കരിഹലക്കും ഖീല വഖാൽ മൻഅം വഹാതിൻ വകസറത്തസ് സുആൽ വഇദാഅത്തൽ മാൽ. അല്ലാഹു തആല നിങ്ങളോട് അരുത് എന്ന് പറഞ്ഞ 4 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒന്ന് ഖീല വഖാൽ, അഡ്രസ് ഇല്ലാത്ത ഏതൊക്കെയോ വാട്സപ്പ് ന്യൂസുകള്, ഫേസ്ബുക്ക് ന്യൂസുകള്, അഡ്രസ് ഇല്ലാത്തത്, സോഴ്സ് ഇല്ലാത്തത്, സോഴ്സ് എന്താണെന്നറിയാതെ, എവിടെന്നാണ് ഈ ന്യൂസ് ഉണ്ടായതെന്നറിയാതെ ഫേക്ക് ന്യൂസുകള്. ഖീല വഖാൽ, നിങ്ങൾ എടുക്കല്ലേ. കസറത്തസ് സുആൽ, അന്യായമായ അനാവശ്യമുള്ള ചോദ്യങ്ങള് നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുക. ആ പരിപാടി നിങ്ങൾക്ക് പാടില്ല. ഹാത്തിൻ, ഇങ്ങോട്ട് വരട്ടെ, തനിക്ക് കിട്ടാനുള്ളതല്ല, പക്ഷേ താൻ ചെയ്ത ജോലിയുമല്ല. നമ്മളൊക്കെ നോക്കുകൂലി എന്ന് പറയുന്ന പോലെ, വെറുതെ നോക്കി നിന്നിട്ട് കാശ് വാങ്ങിക്കുന്ന പോലെ, വെറുതെ നിൽക്കുന്നവൻ ബ്രോക്കറ്, കൂടെ നിൽക്കുന്നവനും അതിലും വേണം ഷെയർ. ഓരോരുത്തരും അവൻ ഒരു അധ്വാനം പോലും ചെയ്യാതെ, ഒരു വിയർപ്പ് പോലും ഒഴുക്കാതെ, ഒരു പരിശ്രമം പോലും ചെയ്യാതെ വെറുതെ തനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ചിന്തകള്. ഇതിനാണ് മൻഅൻ വഹാത്തിൻ എന്ന് പറയാ. നിങ്ങൾക്ക് അല്ലാഹു കരിഹലക്കും, അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, നിങ്ങൾ ചെയ്യരുത്. വഇദാഅത്തൽ മാൽ, സമ്പത്ത് നശിപ്പിക്കരുത്. സമ്പത്ത് നശിപ്പിക്കുന്നത്, അനാവശ്യമായ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുകയും അവകാശമില്ലാത്തത് ചോദിക്കുകയും ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടെ നമ്മളെ ഉറപ്പിച്ചു പറഞ്ഞു തന്നു, നിങ്ങൾ അഡ്രസ് ഇല്ലാത്ത ന്യൂസുകളുടെ പിന്നാലെ പോകരുത്. ആര് പറഞ്ഞു, എവിടെ നിന്ന് കിട്ടി, ഇതറിയാത്ത, അവിടെ ഉണ്ടോലോ, ഇന്നാള് പറഞ്ഞു പോൽ, അവള് പറഞ്ഞു, എന്നോട് ഇവൻ പറഞ്ഞു, എന്താണ് അതിന്റെ സോഴ്സ് എന്നറിയാതെ അഡ്രസ് ഇല്ലാത്ത ന്യൂസുകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അതാണ് ഖീല വഖാൽ. അങ്ങനെ പറഞ്ഞോലോ, ആരോ പറഞ്ഞു, ഇതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഈ 4 വിഷയങ്ങളെ മുത്തുനബി തങ്ങൾ ഉണർത്തി നമ്മളെ പറയിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചിന്തകൾ നന്നാവാൻ, നമ്മുടെ സമ്പത്ത് സുരക്ഷിതമാവാൻ, നമ്മുടെ മനസ്സിനുള്ളിലെ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നവയായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ആരൊക്കെ നിർവഹിക്കുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തു തീർക്കാനുള്ള തൗഫീഖ്, അതിൽ കൈക്കൂലിയോ മറ്റ് ഇടപെടലുകളോ അനാവശ്യമായ വരുമാനങ്ങളോ ഹലാലല്ലാത്ത സോഴ്സുകളിലൂടെയുള്ള വരുമാനങ്ങൾ ഇതൊന്നുമില്ലാതെ ജനങ്ങളുടേത് ഒന്നുപോലും എനിക്ക് വേണ്ട, എന്റേത് അങ്ങോട്ട് പോയാൽ പോലും ജനങ്ങളുടേത് എനിക്ക് വേണ്ട. സ്വന്തം അയൽപക്കക്കാരുമായി അതിർത്തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ചാണങ്ങ അയൽവാസിക്ക് കൊടുത്താലും ശരി, ഒരു വിരലിന്റെ അത്ര പോലും എന്റെ ഭൂമിയിലേക്ക് അയൽവാസിയുടേത് ഉണ്ടാവരുത്. ഇതങ്ങ് ഓരോരുത്തരും തീരുമാനിച്ചാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ നാട്, എത്ര മനോഹരമായിരിക്കും നമ്മുടെ അയൽപക്ക ബന്ധങ്ങള്, എത്ര സുന്ദരമായിരിക്കും നമ്മുടെ മഹല്ലുകള്. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പോലും അന്യന്റെ ഒരു ഹക്ക് എന്റെ കയ്യിലേക്ക് വന്നു പോകരുത്.
അതുകൊണ്ട് അധികാരം ഏൽപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ അധിക ഭാരമുണ്ട്. ആ ഭാരം വലിയ ഉത്തരവാദിത്വമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്നെ നിങ്ങൾ അധികാരം നിങ്ങൾ നൽകരുത്. അത് മോഹിച്ചു നടക്കുന്നവർക്ക്. മുത്തനബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. ഇത് നൽകപ്പെടണം ആർക്ക്? യോഗ്യതയുള്ള ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക്. അർഹതയില്ലാത്തവർ കൈയാളുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇദാ ദുയ്യഅത്തിൽ അമാന. അന്ത്യനാളിന്റെ അടയാളങ്ങളിലായി ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചില ഹദീസുകൾ വളരെ ഗൗരവമുള്ളതാണ്. വസാദൽ ഖബീലത ഫാസിഖുഹും. ഒരു പ്രദേശത്തിന്റെ നേതാവ്, അവിടുത്തെ പ്രധാന കള്ളുകുടിയൻ. വകാന സഈമുൽ ഖൗമി അർദലഹും. കൊലയാളികളായ ആളുകള്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകള് ജനങ്ങളുടെ അധികാരം ഏറ്റെടുക്കാൻ വരുമ്പോൾ 12 വിഷയങ്ങളെ 15 വിഷയങ്ങളെ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഒന്നൊന്നായി വിശദീകരിച്ചു തരികയും ഈ 15 വിഷയങ്ങൾ ലോകത്ത് സംഭവിക്കുകയാണെങ്കിൽ ഫൻതദിറു ഇൻദ ദാലിക, നിങ്ങൾക്കന്ന് കാണാൻ കഴിയും ഖസ്ഫൻ വ മസ്ഖൻ, ഭൂമി പിളരുന്നതും ജനങ്ങളുടെ കോലം മാറുന്നതും. അതോടൊപ്പം തന്നെ വഖദ്ഫൻ, ആകാശത്ത് നിന്ന് ആസിഡ് മഴ പെയ്യുന്നത്, ആകാശത്ത് നിന്ന് ചരൽക്കല്ലുകൾ വരുന്നത്, ഹെയിൽ സ്റ്റോമുകൾ ഉണ്ടാകുന്നത്. വആയാതിൻ തതാബ വസൽസലതൻ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 15 കാര്യങ്ങൾ സംഭവിച്ചാലെന്ന്. ഇദാ തുഖിദൽ ഫൈഉ ദിവലൻ വൽ അമാനതു മഗ്നമൻ വസ്സകാതു മഗ്റമൻ വതുഅല്ലിമ ലിഗൈരിദ്ദീൻ എന്ന് പറഞ്ഞ് വിശദമായ ഹബീബായ തങ്ങളുടെ ഹദീസുണ്ട്. അതിന്റെ അവസാന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 15 എണ്ണുന്നുണ്ട്. സാദൽ ഖബീലത ഫാസിഖുഹും, ഒരു പ്രദേശത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നവരെ. വകാന സഈമുൽ ഖൗമി അർദലഹും, ഒരു സമുദായത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നവരെ, തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ. അർദലഹും, നിസ്സാരന്മാരായ ആളുകളാവുകയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാകുന്നത്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളവരാകുന്നത്, മനുഷ്യത്വമില്ലാത്ത ആളുകൾ, ക്രൂരത മനസ്സിൽ കൊണ്ടുവരുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകൾ അധികാരത്തിലേറുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അസ്ലിഹ്നാ വഅസ്ലിഹ് ദാത ബൈനിനാ വഅസ്ലിഹ് ഹുക്കാമനാ വവുലാതനാ വവുലാത അംരിനാ. പടച്ചവനെ, ഈ ഉമ്മത്തിനെ നന്നാക്കി തരണമേ, ഞങ്ങളുടെ ഉലമാഇനെ നന്നാക്കണമേ, ഭരണാധികാരികളെ നന്നാക്കണമേ, ഞങ്ങളിൽ ഏറ്റവും നല്ലവരുടെ കൈകളിലേക്ക് ഞങ്ങളുടെ അധികാരം ഏൽപ്പിക്കണമേ. അല്ലാഹുമ്മ ജഅൽ അംറനാ ബിഐദി ഖിയാരിനാ, ഞങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് ഹബീബായ നബി തങ്ങൾ മനുഷ്യരിൽ നന്മയുള്ള ആളുകൾക്ക് അധികാരം ഏൽപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന മുമ്പിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയോടെ സമാധാനത്തോടെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധം മനുഷ്യരെ ഭാഷയുടെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ കഷ്ണം കഷ്ണമാക്കുകയും പരസ്പരം ശത്രുത ഉണ്ടാക്കുകയും ചെയ്യാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് മനുഷ്യ മക്കളെല്ലാം ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ ഭാരതത്തിന്റെ അഖണ്ഡതയും നമ്മുടെ ഭാരത പഴമയും സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ സമാധാനം ഉളവാക്കാൻ കഴിയുന്ന, സമാധാനത്തോടെ ഭരണം നടത്താൻ കഴിയും. സലാമത്തും കൊടുക്കണേ റബ്ബേ. അവരിൽ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരിൽ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. ഈ സദസ്സിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അവർക്ക് രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഈ സദസ്സിന്ന് പോകുമ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് നീ ശിഫാഇന് വിധിക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീം, എത്രയോ രോഗികൾ രോഗക്കിടക്കയിലാണ്, അവർക്കൊക്കെ ശിഫ കൊടുക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്ത 50,000 രൂപ സംഭാവന ചെയ്ത നമ്മുടെ ഒരു സുഹൃത്ത്, പേര് പോലും പറയാതെ പിതാവിൻ്റെ പേരിലാണ്. അള്ളാഹുവേ, ആ പിതാവിന് നീ പാരത്രിക സുഖം നൽകണേ റഹ്മാനെ. ആ പിതാവിൻ്റെ ആ മോനെ ഉപ്പയോട് ഉമ്മയോട് ഗുണം ചെയ്ത നല്ല മക്കളിൽ പെടുത്തണേ തമ്പുരാനെ. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇവിടെ ആയുർ മെഡിസിറ്റിയുടെ ഭാഗമായി അതിൻ്റെ പ്രൊജക്റ്റ് വിജയിപ്പിക്കാൻ വേണ്ടി ദുആയിരക്കാൻ വസിയത്തുണ്ട്. അള്ളാഹു നീ വിജയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. 10,000-ഉം 20,000-ഉം 1,000-ഉം 500-ഉം ഒക്കെ ആയിട്ട് ചെറുതും വലുതുമായി സംഭാവന ചെയ്തവരെ നീ കബൂലാക്കണേ റഹ്മാനെ. ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പടച്ചവനെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ടവർ, അവരുടെ നീയത്തിനനുസരിച്ച് കൂലി നീ അവർക്കും കൊടുക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, സജ്ജനങ്ങളാക്കണേ റഹ്മാനെ. നല്ല ആബിദീങ്ങളും ആലിമീങ്ങളും ഹാഫിളീങ്ങളും
ദീനിന്റെ ഖാദിമീങ്ങളുമാക്കി മാറ്റിത്തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, മഹത്തുക്കളായ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ദുആയിരക്കാൻ വസിയത്തുണ്ട്. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ട്രഷറർ ബഹുമാനപ്പെട്ട ടി.കെ.എം. സ്വാദിഖ് മുസ്ലിയാർ അല്ലാഹു രോഗശയ്യയിലാണ്. ആ മഹാനുഭാവനെ നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. മഹാനായ സ്വാദിഖ് മുസ്ലിയാർക്ക് നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. മഹാനായ ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ് അല്ലാഹുവേ നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹുവേ ആഫിയത്തും ആർജവും ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുടെ അസുഖങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആയുരാരോഗ്യം ആഫിയത്തും കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിനും ദീനിന്റെ ഖാദിമീങ്ങളായ ആലിമീങ്ങൾ, സാധാരണക്കാർ, ഉമറാക്കൾ എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവിടെ ഞങ്ങളുടെ ഒരു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിന്റെ അഡ്മിൻ സിയാദ് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരന് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനെ, ദീനിന്റെ ഖിദ്മത്തിലായി ഒരുപാട് ചെറുപ്പക്കാർ പടച്ച തമ്പുരാനെ നിന്റെ ദീനിന്റെ പ്രചാരകരായിട്ടുണ്ട്. അവരൊക്കെ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നീ അറിയുന്നവനാണ്. റഹ്മാനായ റബ്ബേ, ഓരോരുത്തരുടെയും നിയ്യത്തുകൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, അല്ലാഹുവരുടെ യാത്രകളിൽ നിന്ന് ഖൈറാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. യാത്രകളുടെ ബുദ്ധിമുട്ടുകളെ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ദുആയിരക്കാൻ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തവരുണ്ട്, പല കാര്യങ്ങളിൽ കൂടെ നിന്നവർ, വിഷമഘട്ടങ്ങളിൽ സഹായിച്ചവര്, സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ, കൂട്ടുകാർ ഞങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്തെന്നറിയുന്നവരെ നീ സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങളിൽ കച്ചവടങ്ങളിൽ പ്രയാസമുള്ളവരുണ്ട്, നീ സലാമത്ത് കൊടുക്കണേ, വിജയം കൊടുക്കണേ, ബറക്കത്ത് കൊടുക്കണേ. അല്ലാഹ് ഗൾഫ് നാടുകളിൽ പ്രതിസന്ധികളിൽ സംഭവിച്ച് അകപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് മേൽ തുറന്നു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയും ഏർപ്പാടുകളും ഞങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക് ഒരു മാറ്റം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മീതെ നീ ആർക്ക് അധികാരം ഏൽപ്പിക്കുന്നുവോ അവർക്ക് ഞങ്ങളോട് കരുണ തോന്നിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഈ രാജ്യത്തിന്റെ ഭരണം നീ ഏൽപ്പിക്കണേ തമ്പുരാനെ. റഹ്മാനെ, സത്യം വിജയിക്കുകയും ധർമ്മം വിജയിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിനോട് നിന്റെ റഹ്മത്തുണ്ടാകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അക്രമികളിൽ നിന്ന്, കലാപകാരികളിൽ നിന്ന് ഈ രാജ്യത്തെ, ഇവിടുത്തെ ജനവിഭാഗങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഇടപെടലുകൾ ഞങ്ങൾക്ക് വേണം തമ്പുരാനെ. നിന്റെ റഹ്മത്തിന്റെ ഇടപെടലുകൾ ഞങ്ങളുടെ രാജ്യത്ത് വേണം തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മതക നർജു, അല്ലാഹുമ്മ റഹ്മതക നർജു, അല്ലാഹുമ്മ റഹ്മതക നർജു, ഫലാ തകിൽനാ ഇലാ അൻഫുസിനാ വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക طرفة عين وأصلح لنا أمورنا بما أصلحت به عبادك الصالحين. اللهم عليك توكلنا، اللهم عليك توكلنا، اللهم عليك توكلنا وإليك أنبنا ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات. الله مرن സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. ഒരു നല്ല കർമ്മം ചെയ്ത് മരിക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുന്ന അവസ്ഥ വരാതെ കാക്കണേ റബ്ബേ. സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന ഹുസ്നുൽ ഖാത്തിമത്ത് ഞങ്ങൾക്ക്, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, കൂട്ടുകാർ, സുഹൃത്തുക്കളെ, അല്ലാഹുവേ പല നിരക്കും ഞങ്ങളുമായി ബന്ധമുള്ളവരെ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ ശുദ്ധിയാക്കി താ റബ്ബേ. നാളെ ഖബറിൽ നീ ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. നാളെ മഹ്ശറയിൽ റഹ്മത്ത് കാണിക്കണേ റബ്ബേ. നിന്റെ വിചാരണ നേരിടുമ്പോൾ അല്ലാഹുവേ അതിന് ശരിയായ ഉത്തരം പറയാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു ഒരുപാട് കുട്ടികൾ, ചെറിയവര്, ഇൽമു പഠിക്കുന്നവർ, ഹിഫ്ദിന് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പഠിക്കാനും ദീനിന്റെ ഖാദിമീങ്ങളും ആലിമീങ്ങളും ഒക്കെ ആവാനും ഹാഫിളീങ്ങളാവാനൊക്കെ തൗഫീക്ക് നൽകണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കണേ റഹ്മാൻ. അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ റബ്ബേ. അവരൊക്കെ കടക്കുന്ന ആ നേരത്തെ സ്വർഗ്ഗത്തിന്റെ ആദ്യത്തെ സുംറയിൽ അല്ലാഹുവേ ഞങ്ങൾ കാലങ്ങളിൽ അവസാനം വന്നവർ, കർമ്മം കൊണ്ട് പിന്നിൽ, തിന്മകളെ കൊണ്ട് മുന്നിൽ, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ദുആഫാകളാണ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ഹബീബിന്റെ സുംറത്തിലേക്ക് ചേർക്കണേ റഹ്മാനെ. നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഈ പരിപാടി സംഘടിപ്പിച്ചവര്, ഇതിന്റെ സഹകാരികളായ ഇവിടുത്തെ ഉസ്താദുമാര്, ഇവിടുത്തെ പ്രവർത്തകന്മാര്, അല്ലാഹു ഇവിടുത്തെ മജ്ലിസിന്റെ ആളുകള്, അല്ലാഹു ഇവിടുത്തെ വിദ്യാർത്ഥിനികള്, സഹോദരന്മാര്, വോളണ്ടിയേഴ്സ് എല്ലാവരെയും, ഈ പരിപാടിക്ക് വന്ന് ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോകും
പോകുന്നു റബ്ബേ, ഇവിടുന്ന് പിരിയുകയാണ്. ആ പിരിയുന്ന നേരത്ത് നിന്റെ മലക്കുകൾ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എഴുന്നേറ്റ് പൊയ്ക്കോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങളോട് പറയുന്ന മജ്ലിസാക്കി തരണേ റബ്ബേ. ബിജാഹി